हरे कृष्णा सर्वम प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാപവനപുരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിലെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും കൃഷ്ണ. എത്ര പേര് വന്നു എന്ന് എനിക്കറിയില്ല. തൊണ്ടയ്ക്ക് ഭയങ്കര കരകരപ്പ്. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി കൊത്തി നുറുക്കി റെഡിയാക്കി ഉപ്പിട്ട് ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പം തൊണ്ടയുടെ ആ ഒരു പ്രശ്നം മാറി കിട്ടുന്നുണ്ട്. എത്ര പേരെത്തി? കാരണം 2.5 മണിക്കൂർ ക്ലാസ് അല്ലേ. ആ സുജാത മാതാജി ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്ന് മാതാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ. നിതാന്ത് എന്ത് പറയുന്നു? എവിടെ എൻ്റെ നിതൂട്ടൻ? അവനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവൻ്റെ ആ ഭംഗിയുള്ള മുടിയും അവൻ്റെ ആ ചിരിയും എല്ലാം അങ്ങ് വല്ലാതെ അങ്ങ് മിസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവനെയും കൂട്ടി ഒന്ന് പുറത്ത് പോകണം. ഓ കൊടുക്കാം സുജാ മാതാജി, നോ പ്രോബ്ലം. സത്യാമ്മേ ഹരേ കൃഷ്ണ. 55 പേരല്ലേ? ഓക്കെ. ജയപ്രകാശൻ നായർ സി കെ, ഐ എം റെഡി മാതാജി. ഓ ഷുവർ. ഹരേ കൃഷ്ണ. നമസ്കാരം സതി മാതാജി. എല്ലാവർക്കും ഹരേ കൃഷ്ണ. 64ആയി. എല്ലാവരും വരട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു കീർത്തനം വയ്ക്കുന്നത്. കീർത്തനം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുന്നത്. എന്നാലും എല്ലാവരും എല്ലാം ഉച്ചകളെപ്പോലെ അരിച്ചരച്ചേ വരത്തുള്ളൂ. അയ്യ, ആര് പറഞ്ഞു ലളിതാ മാതാജി? നെവർ എവർ. മറക്കുന്ന പ്രശ്നമില്ല. ഹരേ കൃഷ്ണ. ഇന്ന് ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. ആര് പറഞ്ഞു ജയപ്രകാശൻ പ്രഭുവിനെ ഞാൻ മറന്നെന്ന്? ഓർമ്മയുണ്ടോ ഈ മുഖം? 100% ഓർമ്മയുണ്ട്. മറന്നിട്ടില്ല. ആരെയും മറക്കില്ല. എങ്ങനെയാണ് ഞാൻ നിങ്ങളൊക്കെ മറക്കുന്നത്? ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുകൾ മഞ്ജരീസുമായി ബന്ധപ്പെടുന്നു. ഇന്നൊക്കെ ആരൊക്കെയോ വിളിച്ചിരുന്നു. പാവം. എനിക്ക് ഉച്ചവരെ കുറച്ച് ഡബ്ബിങ്ങും കാര്യങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്ന് പിന്നെ അന്നദാനത്തിന് പോയി. എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. 78 അല്ലേ? സുധാമണി മാതാജി, ചേട്ടൻ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. കുറേ മെസ്സേജ് നോക്കി മാതാജി. ഇനി ഒരു 400 സംതിങ്ങും കൂടിയുള്ളൂ. നോക്കാം. തങ്കമണി ചേച്ചി, ഓരോരുത്തരുടെ പേര് വായിച്ചില്ലെങ്കിൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. രേണുകുട്ട, രേജി മാതാജി. ഓ, ഇന്ന് ഗുരുവായൂർ പോയി, കണ്ണനെ കണ്ടു, സൂപ്പർ. ബിന്ദു മാതാജി, ശശികല മാതാജി. ഞാൻ ഓടി വന്നു മാതാജി, ക്ലാസ് എടുക്കണ്ടേ, അത് കാരണം. അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ്, ഹരേ കൃഷ്ണ മാതാജി കൃഷ്ണയാമോ ഇല്ലേ മാതാജി? ഹരേ കൃഷ്ണ മാതാജി കൃഷ്ണയാമോ ഇല്ലേ? അപ്പോൾ വേഗം ഓടി വന്നു. അതുകൊണ്ടാണ്. നമുക്ക് സുജാത മാതാജി നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകാം. ധൈര്യമായിട്ടിരുന്നു. അച്ഛൻ ചോദിച്ചിരുന്നു നിതാന്തന്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി അവൻ്റെ ആ ലുക്ക്. അച്ഛൻ പറയുണ്ടായി, മാതാജി എന്താ പറയുക, വീട്ടിൽ നിന്ന് കഴിച്ച കപ്പയൊക്കെ അമ്മ ചോദിക്കുകയുണ്ടായി, അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായി. വേറെ എന്തൊക്കെയോ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മ. ഹരേ കൃഷ്ണ. അമർ വന്നപ്പോൾ അമറിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അവന് വായിലെന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്തോ റൂട്ട് കനാലോ മറ്റോ ചെയ്തിട്ട് കുട്ടിയൊന്നും കഴിച്ചില്ല എന്നുള്ള പരാതിയൊക്കെ വീട്ടിലിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നെറ്റ് കണക്ഷൻ വീക്കാണോ ത്രിവേണിയമ്മേ? ശരിയാവും. നമുക്കല്ലല്ലോ, മഞ്ജരീസിനല്ലല്ലോ. മഞ്ജരീസ് റെഡിയല്ലേ? 100 പേരായി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. 93 42 49 49 41. ദിവസവും രാവിലെ 7:30 മണിക്കുള്ള പ്രഭാത മഞ്ജരിയിലൂടെ ശ്രീമദ് ഗീതയും, ദിവസവും രാത്രി 8:30 മണിക്കുള്ള കൃഷ്ണയാമത്തിലൂടെ ശ്രീമദ് ഭാഗവതവും മഹാഭാരതവും ഒട്ടനവധി ഗ്രന്ഥങ്ങളിലൂടെ ഗുരുവായൂർ മഞ്ജരീസ് കടന്നു പോകുന്നു. ഇന്നേ ദിവസം ഗുരുവായൂർ മഞ്ജരീസിലെ സ്ത്രീകളുടെ ഗ്രൂപ്പ് 1001 പേർ തികഞ്ഞിട്ടുണ്ട്. 2-3 പേരുമായി ജൈത്രയാത്ര തുടങ്ങിയ ഗുരുവായൂർ മഞ്ജരീസ് ഇന്ന് 1001 പേരുടെ വലിയൊരു കൂട്ടായ്മയായി 1001 പേരെയും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്
അഭിമാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി. മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം അഡ്മിൻസ് ഓൺലിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എന്ത് സംസാരിക്കണമെങ്കിലും എന്ത് പറയണമെങ്കിലും സപ്പോസ് എന്നെ കിട്ടിയില്ല എങ്കിൽ ദയവായി നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് അഡ്മിൻസിനോട് കഴിയുന്നതും നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജിലൂടെ, അമ്പാടി പ്രഭു വിളിച്ചിരുന്നു അല്ലേ, ഞാൻ ഉണ്ടായിരുന്നില്ല പ്രഭു, ക്ഷമിക്കണേ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള ആൻസർ വളരെ എളുപ്പം കിട്ടും. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓഡിയോ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സ്പിരിച്വൽ ഐറ്റംസ് ആണെങ്കിലും മറ്റ് വീട്ടു സാധനങ്ങളാണെങ്കിലും മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് വാങ്ങാം. മഞ്ജരീസ് നടത്തുന്ന അന്നദാനത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാവാം. അന്നദാനത്തിൻ്റെ എല്ലാ ലൈവുകളും നമുക്ക് നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. കൃഷ്ണക്കുട്ടി എന്ന് വിളിക്കുമെന്ന്. ഓ പിന്നെന്താ ചക്കരെ, എൻ്റെ കൃഷ്ണക്കുട്ടി തന്നെയല്ലേ എൻ്റെ പൊന്ന്. മഞ്ജരീസിൻ്റെ ഗുരുകുലത്തിൻ്റെ അഭിമാനം യശസ്സും ഉയർത്തിയ എൻ്റെ കുഞ്ഞ് തന്നെയല്ലേ നീ. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് സാരിയാണ് മാതാജി കൊടുക്കേണ്ടത്. ഞാനിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് സാരിയും ജെൻസിന് ടീഷർട്ട്, മുണ്ട് ഒക്കെയാണ്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ച് നമുക്ക് അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കണം. പലരും ചോദിച്ചു, നമുക്ക് എന്താ പറയുക, ഒരു 360 രൂപയുടെ സാരിയായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് 300 രൂപയ്ക്ക് അവർ തന്നു. നല്ല കട്ടിയുള്ള ടീഷർട്ടും നല്ല എന്താ പറയുക കട്ടിയുള്ള സാരിയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം മറ്റൊന്നല്ല, രാത്രി കാലങ്ങളിൽ അവർക്ക് ഇനിയിപ്പം ചെന്നൈയിൽ മഴയുടെ സീസണാണ്, അപ്പോൾ അവർക്ക് തണുപ്പിൽ നിന്നും കൂടെ കുറച്ച് ഒരു കംഫർട്ടായിരിക്കുമല്ലോ എന്നോർത്താണ് അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ മഞ്ജരീസിലൂടെ ദിനം പ്രതി അന്നദാനം നടത്തുന്ന എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു മഹത് സേവനത്തിന് എനിക്ക് കാരുണ്യമൊരുക്കുന്ന അല്ലെങ്കിൽ എനിക്ക് അവസരമൊരുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഹൃദയത്തിൽ തൊട്ട നന്ദി. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഉയർന്ന ചിന്താഗതി, ലളിത ജീവിതം. ഇതാണ് വേണ്ടത്. നമ്മളെല്ലാവരും ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരേ മനസ്സോടുകൂടി യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾക്കിടയിൽ യാതൊരു സ്പർദ്ധയുമില്ല, യാതൊരു എന്താ പറയുക വലിപ്പ ചെറുപ്പങ്ങളോ ഒന്നും തന്നെയില്ല. എല്ലാവരും ഒരേ മനസ്സോടെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പേ മഞ്ജരീസ് ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പേ ആടി ഒലഞ്ഞപ്പം ഒരു 6-7 പേരോ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നു. ആ 7 പേരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് എത്ര പേരായി എന്നറിയോ? 1000 പേരുടെ ഒരു ഗ്രൂപ്പായി, 10,000-ഓളം പേരടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പായി. അതിലുപരി നമ്മൾ എന്താ പറയുക, നമ്മൾ കാണാതെ തന്നെ ഒത്തിരി പേര്, ഒരുപാട് പേര്, ഇഷ്ടം പോലെ ആളുകൾ പല സന്ദർഭങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരെല്ലാവരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുമുണ്ട്. ജെൻസിന് നമുക്കൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് പോകുന്നുണ്ട്. ആ ഗ്രൂപ്പും ഏകദേശം 1000-ഓളം അടുക്കാറായിട്ടുണ്ട്. ശ്രീകുട്ട, മാതാജി വിളിക്കാതിരിക്കുമോ? നിൻ്റെ പേര് ശ്രീകുട്ടനെ എനിക്ക് ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ കിട്ടണം. ഞായറാഴ്ചത്തെ ഗുരുകുലം ക്ലാസ്സിൽ കിട്ടണം. ഗുരുകുലം എന്ന് പറയുന്നത് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ അണ്ടറിൽ കുട്ടികൾക്ക് വ്യക്തിത്വ വികസനം ഗീതയിലൂടെ, ഇതാണ് ഗുരുകുലത്തിൻ്റെ ലക്ഷ്യം. ആ കുട്ടികൾക്കൊക്കെ ഗീത ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ തികച്ചും ഫ്രീ ആണ്. മഞ്ജരീസിൽ യാതൊരു തരത്തിലുള്ള ഫീസും നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല. ഒരു തരത്തിലുമുള്ള പണം നിങ്ങളിൽ നിന്ന് മഞ്ജരീസ് വാങ്ങുന്നില്ല. നിങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു എന്നാണെങ്കിൽ അന്നദാനം നമ്മൾ ലൈവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ യാതൊരു തരത്തിലുള്ള ഫീസും ഗുരുവായൂർ മഞ്ജരീസിൽ നിങ്ങൾക്ക് യാതൊന്നുമില്ല. ഈവൻ കുട്ടികളുടെ ക്ലാസ്സിന് പോലും നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നില്ല. തികച്ചും ഫ്രീ ആണ്. അതിനുവേണ്ടി നമുക്കൊരു ഗ്രൂപ്പ് തന്നെ, ഗുരുവായൂർ മഞ്ജരീസ് സർവീസ് ഗ്രൂപ്പ് തന്നെ പോകുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നല്ലവരായ ഒരുപാട് മാതാജിമാരും ഒരു 4 പ്രഭുക്കന്മാരും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. ഹരേ കൃഷ്ണ. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ആകുലതകളും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഗുരുവായൂർ മഞ്ജരീസുമായിട്ട് ജൈത്രയാത്ര തുടരാം. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫീമെയിൽ ഗ്രൂപ്പ് 2nd നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അയ്യോ പ്രേമ മാതാജി, ഞാൻ സത്യം പറഞ്ഞ അന്ന് മാതാജി എന്നോട് പറഞ്ഞു അല്ലേ, താഴെട്ട് അമ്പലത്തിൻ്റെ അടുത്താണ് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവിടെ മൊത്തം ബ്ലോക്ക് ആയത് കാരണം പിറ്റേന്ന് രാവിലെ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. എൻ്റെ ലച്ചുവിനൊന്ന് സുഖമില്ലാതായി എന്നുള്ളതാണ് വാസ്തവം. ഒന്നുമല്ല, അവൾക്ക് എരിവൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി അന്ന് കുറച്ച് എരിവുള്ള ഫുഡ് കഴിച്ചു. അതാണ് എനിക്ക് എല്ലാം കൂടി എന്നെ പിടിച്ചൊന്ന് ആട്ടി ഉലച്ചത്. ആ സമയത്ത് ഞാനിങ്ങനെ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കെ അവൾ എരിവുള്ള ഭക്ഷണം കഴിച്ച് പിന്നെ അവൾക്ക് അസിഡിറ്റി ഫോമായി. സെക്കൻഡ്സുകൾക്കുള്ളിൽ അതെല്ലാം വരും.
അസിഡിറ്റി ഫോമായി. പിന്നെ ഒട്ടും പറ്റാതെ എന്താ പറയുക, വല്ലാതെ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് അവളെയും കൊണ്ട് ഓടേണ്ടി വന്നു. അതോടുകൂടി മഞ്ജരീസിലെ മെസ്സേജുകളെല്ലാം അങ്ങ് കുന്നുകൂടി എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് ഒരു മെസ്സേജിനും സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജുകൾക്ക് പോലും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ക്ഷമിക്കണം. അന്ന് തുടങ്ങിയ ഒരു ഓട്ടമാണ് ഇന്ന് വരേക്കും. അതുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ കുറേ നാളിന് ശേഷമാണ് ഞാൻ നാട്ടിലെത്തിയത്. അപ്പോൾ അച്ഛനെയും അമ്മയും കൊണ്ടൊക്കെ പല ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ്. എന്നായാലും എപ്പോഴും ഗുരുവായൂരപ്പൻ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. ധൈര്യമായിരിക്കുക, ഒന്നും വിഷമിക്കേണ്ട. ഗുരുവായൂർ മഞ്ജരീസിന് ഒരു വാതിലേ ഉള്ളൂ, അത് സ്വീകരിക്കാൻ മാത്രം. ആരെയും ഇറക്കി വിടാൻ ഒരു വാതിലില്ല. ആരെയും അങ്ങനെ ഒരു തരത്തിലും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഒറ്റപ്പെടുത്താനോ ഒന്നും ഗുരുവായൂർ മഞ്ജരീസ് പഠിച്ചിട്ടില്ല. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു കുടുംബ വീടാണ്. ധൈര്യമായി നിങ്ങൾക്ക് മഞ്ജരീസിലേക്ക് വരാം. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഓഫീസ് ഉടൻ തന്നെ പണി കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇതുപോലൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷ വാർത്തയും വരും. ഇന്നിപ്പോൾ സുപ്രഭാതമല്ല, ഞാൻ രാവിലെയാണ് ഉദ്ദേശിച്ചത്. ഉടനെ വരും. ഓക്കെ. ഹരേ കൃഷ്ണ. എന്തിനും എപ്പോഴും മഞ്ജരീസിൻ്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി നല്ലവരായ ജനങ്ങൾക്ക് ഏറെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അംബയുടെ തപസ്. എന്താണ് അംബ? ആരാണ് അംബ? അംബ, അംബിക, അംബാലിക. നമ്മൾ ഇന്നലെ കേട്ടിട്ടില്ലേ? പലരും മറന്നുപോയി കാണും അല്ലേ? അംബ, അംബിക, അംബാലിക, അങ്ങനെ 3 പേരെക്കുറിച്ച് നമ്മൾ കേട്ടു. ബിന്ദുമ്മേ പുറത്തു വേണ്ട, റൂമിൽ നിന്ന് സംസാരിച്ചു. AC ഇട്ടിരിക്കും. എങ്ങോട്ട് വാ, ഒരു മിനിറ്റ് കേട്ടോ. ആ ഡോറടച്ച്. അംബ, അംബിക, അംബാലിക 3 പേരെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ അംബ ഓർക്കുന്നുണ്ടോ? അംബയെ നമ്മുടെ ഭീഷ്മർ തട്ടിക്കൊണ്ട് വന്നത്, ഭീഷ്മരുടെ എന്താ പറയുക, സഹോദരന് കല്യാണം കഴിക്കാനും ഒക്കെ ആയിട്ട്, അങ്ങനെ ഒരു വിഷയമൊക്കെ നമ്മൾ ഇന്നലെ ഒരു ദിവസം മുമ്പേ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? അപ്പോൾ അംബയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഭാർഗവരാമൻ എന്ന് പറയുന്ന പരശുരാമൻ അംബയോട് പറഞ്ഞു, മഹാഭാരതമാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്, അംബയോട് പറഞ്ഞു, മകളെ, നിന്റെ കാര്യത്തിനു വേണ്ടി ഞാൻ ഭീഷ്മരോട് ഉഗ്രമായി യുദ്ധം ചെയ്തു. ആരാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഭീഷ്മരും പരശുരാമനും. യെസ്, ഞാൻ പറയാൻ വിട്ടുപോയി. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യാം. പോവാൻ പ്രേമാമാതാജി, അത്രത്തോളം ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഷെയറിംഗ് ആണ് ഗുരുവായൂർ മഞ്ജരീസ് ഇത്രയും വളർന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഉറപ്പായിട്ടും സത്യാമ്മയോട് എനിക്ക് ഒരുപാട് കടപ്പാടുകളും ഒരുപാട് കടമകളും തീർക്കാനുണ്ട്. എനിക്ക് സാധിച്ചില്ല. ഉടനെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. എനിക്ക് വേണ്ടത് ഇത് മാത്രമാണ്. വേറൊന്നും എനിക്ക് നിങ്ങൾ തരണ്ട, ഒന്നും വേണ്ട. ലൈവ് ഷെയറിങ് ഇത് മാത്രം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഭീഷ്മരോട് പരശുരാമൻ ഭയങ്കരമായി യുദ്ധം ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മരാണ് ഭീഷ്മരുടെ സഹോദരന് വേണ്ടി അംബയെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ അംബ ആരെ സ്നേഹിച്ചു? സ്വാലരാജാവിനെ സ്നേഹിച്ചു. അങ്ങനെ ഹൃദയം സ്വാലരാജാവിന് കൊടുത്തു. അപ്പോൾ പിന്നെ ഇവിടെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അംബ എന്ത് ചെയ്തു? ഈ രാജാവിൻ്റെ അടുത്ത് പോയി. രാജാവാണെങ്കിൽ എന്ത് ചിന്തിച്ചു? അയ്യോ, അപ്പുറത്ത് പരശുരാമനുണ്ട്, ഒരു രക്ഷയില്ല, അടുക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കണം, ഭീഷ്മരുണ്ട്, അടുക്കാൻ പറ്റില്ല. സ്വാലരാജാവ് അംബയെ അങ്ങ് ഉപേക്ഷിച്ചു. അതോടുകൂടി അംബ അനാഥയായി. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ ചില ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ? ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോകും, കാമുകൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഭർത്താവും ഇല്ല കാമുകനും ഇല്ല, നടുത്തെരുവിൽ നിൽക്കും. അങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് ചതി പറ്റാറുണ്ട്. ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ ആര് നിൽക്കുന്നു? അംബ നിൽക്കുന്നു. അപ്പോൾ അംബയുടെ ആ ഒരു വല്ലാത്ത അവസ്ഥ കണ്ടപ്പോഴേക്കും ഭീഷ്മരോട് ഭാർഗവരാമൻ പോയിട്ട് യുദ്ധം ചെയ്തു. ഭീഷ്മരെ ജയിക്കാൻ ആർക്ക് സാധിച്ചില്ല? പരശുരാമന് സാധിച്ചില്ല. ഇനി നീ ഭീഷ്മരെ ചെന്ന് ആശ്രയിക്കുക. ആര് പറയാണ്? പരശുരാമൻ പറയാണ്. താങ്ക് യു ഷായിച്ചേട്ടാ. ഷായിച്ചേട്ടാ ഇന്ന് തന്നെ സന്തോഷേട്ടൻ വിളിച്ചിരുന്നു അരുവിപ്പുറം. സന്തോഷേട്ടൻ നമ്മുടെ ലൈവ് കണ്ടിട്ട് ഷായിച്ചേട്ടനൊക്കെ കണ്ടപ്പോഴേക്കും അങ്ങനെയാണ് നമ്മുടെ സീരിയൽ കുടുംബത്തിലേക്ക് ഇട്ടത്. എന്നെ ഒരുപാട് കളിയാക്കൊക്കെ ചെയ്ത്. ആ വിശേഷം ഞാൻ രാത്രി മെസ്സേജ് ഇട്ട് പറഞ്ഞുതരാം കേട്ടോ. ഗ്രേറ്റ് ഷാജി പ്രഭു. ഒരുപാട് നാളായി മോനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. നല്ലതേ വരൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാർഗവരാമൻ പറയാണ്, ഒരു രക്ഷയില്ല, ഞാൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തു, ഒരു രക്ഷയില്ല, ജയിക്കാൻ ഒരു വഴിയില്ല. ഇനി നോക്കാം ശ്യാമമാതാജി, ഇനി അംബ നീ പോയി ഭീഷ്മരുടെ അടുത്ത് അടിയറവ് പറയാം, ആശ്രയിക്കുക, വേറെ ഗതിയൊന്നും നിനക്ക് ഞാൻ കാണുന്നില്ല.
അപ്പോൾ അംബ പറയാണ്, ഭഗവാനെ, ഭവാൻ പറഞ്ഞത് സത്യമാണ്, ഭീഷ്മർ അജയ്യനാണ്, ഭീഷ്മർ അജയ്യനാണ്. എനിക്ക് വേണ്ടി അങ്ങ് പരമാവധി ശ്രമിച്ചു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഒരിക്കലും ഞാൻ ഭീഷ്മരെ ആശ്രയിക്കില്ല. അംബ പറയാണ്, എനിക്ക് വേണ്ടി അങ്ങ് ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ ഭീഷ്മരെ ഞാൻ ആശ്രയിക്കില്ല. ഞാൻ തന്നെ ഭീഷ്മരെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രതികാര ബുദ്ധിയോടുകൂടി അംബ തപസ് ചെയ്യാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര പ്രതികാര മനോഭാവത്തോടെ അംബ അങ്ങ് തപസ് ചെയ്യാൻ തുടങ്ങി. അംബ എന്ത് ചെയ്തു എന്നറിയോ? യമുനാ നദിയുടെ തീരത്തുള്ള തപോവനത്തിൽ ചെന്നിട്ട് കഠിന തപസ് അങ്ങ് തുടങ്ങി. ഇലകൾ മാത്രം കഴിക്കും, ജലം മാത്രം കുടിക്കും, വായു ഭക്ഷണമാക്കും. അങ്ങനെ 12 സംവത്സരമാണ് ഈ അംബ തപസ് ചെയ്യുന്നത്. പിന്നീട് കുറച്ചു കാലം പുണ്യാശ്രമങ്ങളൊക്കെ സന്ദർശിച്ച് തീർത്ഥ സ്നാനങ്ങളിലൊക്കെ കുളിച്ച് അങ്ങനെ അംബ സഞ്ചരിച്ചു. മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീഷ്മരെ വധിക്കണം. ഇത് മാത്രമാണ് അംബയുടെ മനസ്സിലുള്ളത്. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ വേണ്ടി ഭീഷ്മരുടെ വധത്തിന് എന്താ പറയുക, ഈ തപസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭീഷ്മരെ വധിക്കാനുള്ള എന്ത് വരും അത് കിട്ടണം. ലക്ഷ്യം ഭീഷ്മരെ വധിക്കുക, ഇത് മാത്രമാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഈ ശരീരം കൊണ്ടല്ല, അടുത്ത ജന്മത്തിൽ പാഞ്ചാലൻ്റെ പുത്രിയായിട്ട് നീ ജനിക്കും, എങ്കിലും നീ പുരുഷനായിട്ട് മാറും. അപ്പോൾ ഭീഷ്മനെ കൊല്ലാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു. നമ്മൾ വരുന്നത് എങ്ങോട്ടാണെന്നറിയോ? മഹാഭാരതത്തിലെ പാണ്ഡവന്മാരുടെ കൂടെയുള്ള ശിഖണ്ഡിയുടെ കഥയിലേക്കാണ്. ഓക്കെ, ഈ അംബയുടെ പുനർജന്മമാണ് ശിഖണ്ഡി. തപസ്സിനൊടുവിൽ ഭഗവാനോട് പറഞ്ഞു, എന്ത് വരം വേണമെങ്കിലും ചോദിക്കാൻ ഭഗവാൻ പറഞ്ഞപ്പോൾ അംബ പറയുന്നത്, എനിക്ക് ഭീഷ്മരെ കൊല്ലാനുള്ള വരം വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഈ ജന്മത്തിൽ നടക്കില്ല, നീ അടുത്ത ജന്മത്തിൽ എന്താണ് പാഞ്ചാലൻ്റെ മകളായിട്ട് നീ ജനിക്കും, പക്ഷേ നീ കുറച്ച് കഴിയുമ്പം പുരുഷനായി മാറും, അങ്ങനെ നിനക്ക് ഭീഷ്മനെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് വരുന്നത് ആരാണ്? ശിഖണ്ഡികളാണ്. അങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പോയി. അതിനുശേഷം അവൾ ഈ ജന്മം കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി. അതായത് അംബയായിട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി അടുത്ത ജന്മത്തിലെ ഈ സംഭവം നടക്കൂ എന്ന് അംബയ്ക്ക് മനസ്സിലായി. മുനി ശ്രേഷ്ഠന്മാരൊക്കെ നോക്കി നിൽക്കെ അംബ എന്ത് ചെയ്തു എന്നറിയോ? കുറേ വിറക് കൊണ്ടുവന്ന് അതെല്ലാം കൂടെ കൂട്ടി എന്താ പറയുക, വലിയൊരു ചിതയുണ്ടാക്കിയിട്ട് അതിൽ ചാടി അംബയങ്ങ് ദേഹത്യാഗം ചെയ്തു. ഇനി നമ്മുടെ ശിഖണ്ഡിയുടെ ജനനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ആ സമയത്ത് ദ്രുപദ രാജാവും ഭാര്യയും കൂടി പുത്രന്മാരില്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ട് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഒരു മകൻ ഉണ്ടാവണം എന്നുള്ള ഒരു വരം യാചിച്ചു വാങ്ങിച്ചു. ആരാണ്? ദ്രുപദ രാജാവും ഭാര്യയും. ദ്രുപദനും എന്നോട് വളരെ ദേഷ്യമുണ്ടായിരുന്നു. ആരോട്? നമ്മുടെ ഭീഷ്മരോട്. അതുകൊണ്ട് എന്നെ കൊല്ലാൻ കഴിവുള്ളൊരു മകൻ ഉണ്ടാവണം എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം? ദ്രുപദൻ്റെ ആഗ്രഹം. ഈ എന്നെ എന്ന് പറയുന്നത് ഭീഷ്മര് കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ ശിഖണ്ഡിയുടെ ജനനത്തെക്കുറിച്ച്. ഭീഷ്മരെ കൊല്ലാനുള്ള ശക്തിയുള്ള ഒരു മകൻ ഉണ്ടാവണം എന്നുള്ളതാണ് ദ്രുപദ രാജാവിൻ്റെ ആഗ്രഹം. എന്നാൽ ശിവൻ ആഗ്രഹിച്ചതോ ദ്രുപദനൊരു മകൾ ഉണ്ടാവണം എന്നാണ്. പക്ഷേ ദ്രുപദൻ വീണ്ടും മഹാദേവനോട് അപേക്ഷിച്ചു, അല്ല, എനിക്കൊരു മകനാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മഹാദേവൻ പറഞ്ഞു, ഒരു പുത്രി നിനക്ക് ജനിക്കും. ആ പുത്രി പിന്നീട് അതിശക്തിമാനായ ഒരു പുത്രനായി തീരുന്നു പറഞ്ഞു, ഒരു മകനായി തീരുന്നു പറഞ്ഞു. ഇതാണ് യോഗം ദ്രുപദ, ഇതാണ് നിന്റെ യോഗം. ഈ യോഗത്തെ നമുക്ക് തിരുത്താൻ കഴിയില്ല, മനസ്സിലായില്ല? ഇതാണ് യോഗം എന്ന് പറഞ്ഞു. ക്രമേണ ദ്രുപദൻ്റെ ഭാര്യ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. എന്നിട്ടോ അങ്ങനെ പിന്നീട് പുരുഷനായി തീരാനുള്ള ഈശ്വരവാണി ഓർമ്മിച്ചിട്ട്, അതായത് വാണി എന്ന് പറഞ്ഞ വാക്ക്, പിന്നീട് ആ പെൺകുട്ടി പുത്രനായി തീരുമെന്നുള്ള ഭഗവാന്റെ വാക്ക് ഓർമ്മിച്ചിട്ട് ദ്രുപദ മഹാരാജാവും ഭാര്യ എന്ത് ചെയ്തു? ഈ പെൺകുട്ടിയെ ഒരാൺകുട്ടിയെ പോലെ അങ്ങ് വളർത്തി. നമ്മുടെ ചാന്തുപൊട്ട് സിനിമയിൽ ദിലീപേട്ടൻ അമ്മ ശോഭ ചേച്ചിയല്ലേ അത് ആ ക്യാരക്ടർ ചെയ്തത്? ശോഭ ചേച്ചിയും ലാലുചേട്ടനും കൂടെ ആൺകുട്ടിയായിട്ട് വളർത്തുന്നില്ലേ? അതേപോലെ അങ്ങ് വളർത്തി. അല്ല, അതിൽ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി വളർത്തുന്നു അല്ലേ?
പക്ഷെ ഇവിടെ നേരെ തിരിച്ച് ആൺകുട്ടിയെ പോലെ വളർത്തി. ആൺകുട്ടിക്ക് വേണ്ട സംസ്കാരങ്ങളും ചെയ്യിച്ച് ശിഖണ്ഡി എന്നൊരു പേരും കൊടുത്തു. ആൺകുട്ടിയെ പോലെ വളർത്തിയിട്ട് ആ കുട്ടിക്ക് ശിഖണ്ഡി എന്നൊരു പേര് കൊടുത്തു. ആൺകുട്ടികളുടെ വേഷവും ആ രീതിയിലൊക്കെയാണ് ശിഖണ്ഡി പുറത്തിങ്ങനെ നടന്നത്. ആൺകുട്ടിയെ പോലെ തന്നെയാണ് ആ പെൺകുട്ടി നടക്കുന്നത്. കുട്ടിക്ക് പ്രായമായപ്പോൾ ഭഗവാൻ പറഞ്ഞ വാക്ക്, ആ വാക്കിൽ വിശ്വാസം ഉണ്ടായിരുന്ന ദ്രുപദ രാജാവ് എന്ത് ചെയ്ത്, ദശാർണ രാജ്യത്തിലെ ഹിരണ്യവർമ്മൻ എന്ന രാജാവിൻ്റെ മകളെ ശിഖണ്ഡിയുടെ ഭാര്യയായിട്ട് അങ്ങ് കല്യാണവും കഴിപ്പിച്ചു കൊടുത്തു. എവിടത്തെ ഹിരണ്യവർമ്മൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളെ ശിഖണ്ഡിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിഖണ്ഡി ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം ഈ രാജകുമാരി അറിഞ്ഞു. ഇത് പുരുഷനല്ല, സ്ത്രീയാണെന്ന്. വളരെ നാണം കെട്ടിട്ട് അവൾ എന്ത് ചെയ്തു, വളരെ വിഷമിച്ചുകൊണ്ട് ആ വിവരം അവളുടെ ദാസിമാരോട് പറഞ്ഞു. ദാസിമാരെന്ത് ചെയ്തു, ആ വിവരം നേരെ ഹിരണ്യവർമ്മൻ്റെ അടുത്ത്, ആ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. തൻ്റെ മകൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പം ഹിരണ്യവർമ്മൻ എന്ത് ചെയ്തു, ഭയങ്കര ദേഷ്യത്തോടുകൂടി ദ്രുപദ രാജാവിനോട് യുദ്ധത്തിനങ്ങ് വന്നു. എൻ്റെ മകളോട് കളവ് പറഞ്ഞ് വഞ്ചിച്ച് അവളുടെ ജീവിതം പാഴാക്കിയതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും, അതനുഭവിക്കാൻ നീ റെഡി ആയിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സന്ദേശവും കൊണ്ട് ഒരു ദൂതനെയാണ് ഈ ഹിരണ്യവർമ്മൻ എന്ന് പറയുന്ന രാജാവ് നമ്മുടെ ഈ ദ്രുപദ രാജാവിൻ്റെ അടുത്തേക്ക് വിടുന്നത്. ദ്രുപദ രാജാവും ഭാര്യ എന്ത് ചെയ്തു, ഭഗവാന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ കൃത്യത്തിൽ, ഭഗവാന്റെ വാക്ക് വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ അവർക്കുണ്ടാവാൻ പോകുന്ന ആ ഒരു ആപത്ത്, അവർ ഭഗവാന്റെ വാക്ക് വിശ്വസിച്ച് ഈ കുട്ടി പിന്നെ ആണായി തീരുന്നല്ലേ പറഞ്ഞത്, ആ ഒരു വാക്കിൽ വിശ്വസിച്ചത് കൊണ്ട് ഇനി വരാൻ പോകുന്ന ആപത്ത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു എന്നറിയോ, സർവേശ്വരനെ തന്നെ അഭയം പ്രാപിച്ചു. നല്ല വിശ്വാസത്തോടു കൂടി അവരിരുന്ന് ഭക്തിപൂർവം ഭഗവാനുള്ള പൂജകളും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ശിഖണ്ഡി പെൺകുട്ടി ഈ വിവരം അറിഞ്ഞപ്പം ഭാര്യയും കൂട്ടി അറിയാതെ നഗരം വിട്ട് കാട്ടിലേക്ക് പോയി. നമസ്കാരം ഓമനക്കുട്ട. ശിഖണ്ഡി എന്ത് ചെയ്തു, ഭാര്യനെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു കാട്ടിലേക്ക് പോയി. അച്ഛനമ്മമാർക്ക് ഞാൻ കാരണം ഇത്രയും വേദന വന്നല്ലോ, ഇനി ഞാൻ ജീവിക്കേണ്ട, മരിച്ചു കളയാമെന്ന് ശിഖണ്ഡി അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ വനങ്ങളുടെ അകത്തേക്ക് ഇങ്ങനെ ശിഖണ്ഡി പോയപ്പോൾ, കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ പ്രായോപവേശം ചെയ്യുന്ന അവളെ സ്തൂണാകർണൻ എന്ന് പറയുന്ന ഒരു യക്ഷൻ കണ്ടു. വളരെ വിഷമിച്ച് മരിക്കാൻ നടക്കുന്ന ഈ ശിഖണ്ഡി എന്ന് പറയുന്ന സ്ത്രീയെ, ആള് പുരുഷനാവും കുറച്ച് കഴിയുമ്പം, ഇവളെ സ്തൂണാകർണൻ എന്ന് പറയുന്ന ഒരു യക്ഷൻ ഇവളെ കണ്ടു. ഓക്കെ, യക്ഷന് അവളോട് ഭയങ്കര ദയ തോന്നി, ഭയങ്കര സങ്കടം തോന്നി അവളുടെ അവസ്ഥ കണ്ടിട്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തായാലും ആ ആവശ്യം ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് ഈ യക്ഷൻ പറഞ്ഞു. ശിഖണ്ഡി കാര്യങ്ങളൊക്കെ സ്തൂണാകർണനോട് പറഞ്ഞല്ലോ, എന്ത് കാര്യമാണെങ്കിലും നീ പറയും, നിന്റെ ആവശ്യം ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിഖണ്ഡി എല്ലാ കാര്യങ്ങളും സ്തൂണാകർണനോട് പറഞ്ഞു. ആൺകുട്ടികളില്ലാത്ത എൻ്റെ അച്ഛൻ്റെ നേരെ മഹാശക്തിമാനായിരിക്കുന്ന ദശാർണ രാജാവ് യുദ്ധത്തിന് വരികയാണ്. ദശാർണ രാജ്യത്തുള്ള ഹിരണ്യവർമ്മൻ എന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിന് വരികയാണ്. മഹാശക്തിമാനാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാനൊരു ആണായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റൂ, എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഈ കാര്യവും കൂടെ ശിഖണ്ഡി ആരോട് പറയുന്നു, സ്തൂണാകർണനോട് പറഞ്ഞു. സ്തൂണാകർണൻ എന്ത് ചെയ്തു, ശിഖണ്ഡിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭദ്രേ നീ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ പുരുഷത്വം നിനക്ക് തരാം, നിന്റെ സ്ത്രീത്വം എനിക്ക് നീ തന്നേക്കൂ. എന്നാൽ കാലം വരുമ്പോൾ നീ ഇവിടെ വന്ന് എൻ്റെ പുരുഷത്വം മടക്കി തരാമെന്ന് നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. നിനക്ക് നിൻ്റെ ആവശ്യം നടന്നാൽ പോരെ, എൻ്റെ പുരുഷത്വം ഞാൻ നിനക്ക് തരാം, നിൻ്റെ സ്ത്രീത്വം നീ എനിക്ക് തരണം. കുറച്ച് കാലം കഴിയുമ്പം നീ ഇവിടെ വന്നിട്ട് എൻ്റെ പുരുഷത്വം നീ മടക്കി തരണമെന്ന് സ്തൂണാകർണൻ നമ്മുടെ ശിഖണ്ഡിയോട് പറഞ്ഞു. ശിഖണ്ഡി പെൺകുട്ടിയാണെങ്കിലോ ഭയങ്കര സന്തോഷത്തോടു കൂടി സമ്മതിച്ച് സ്തൂണാകർണൻ്റെ പുരുഷത്വം വാങ്ങിയിട്ട് നേരെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ശിഖണ്ഡി ഒരു യുവാവായിരിക്കുന്ന പുരുഷനായിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. ദശപർണ രാജാവ് എന്ത് ചെയ്തു, ദ്രുപദ രാജാവിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി. യുദ്ധത്തിൻ്റെ സന്ദേശവുമായിട്ടൊരു ദൂതനയച്ച സന്ദർഭത്തിലാണ് ഈ ശിഖണ്ഡി ഈ രാജ്യത്തെത്തുന്നത്. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോഴേക്കും നല്ല സന്തോഷത്തോടു കൂടി ദ്രുപദ രാജാവ് എന്ത് ചെയ്തു, ഹരേ കൃഷ്ണാമ്മേ,
ദ്രുപദ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മകനായ ശിഖണ്ഡി ഒരു പുരുഷൻ തന്നെ ആണെന്നും ഹിരണ്യവർമ്മനെ ആരോ അയാൾ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ പരിശോധിച്ചറിയാമെന്നും ഒരു പ്രതിസന്ദേശം ഈ ദൂതൻ്റെ അടുത്തേക്ക് വിട്ടു. ചുമ്മാ വഴക്കിന് വരല്ലേ, എൻ്റെ മകനാണ് തന്നെയാണ്, നിങ്ങൾ വേണേൽ വന്ന് പരിശോധിച്ച് നോക്ക്, ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടു. വിശ്വാസം വരാത്ത ഹിരണ്യവർമ്മൻ എന്ത് ചെയ്തു? പരിശോധിക്കായിട്ട് സുന്ദരിയായ കുറച്ച് സ്ത്രീകളെ പറഞ്ഞു വിട്ടു. പോയിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. നല്ലവണ്ണം പരിശോധിച്ചു. ശിഖണ്ഡി പുരുഷൻ തന്നെയാണെന്ന് ബോധ്യം വന്നു ഈ സ്ത്രീകൾക്ക്. ആ വിവരം അവർ രാജാവിനോട് പറഞ്ഞു. വളരെ പശ്ചാത്താപം തോന്നി രാജാവിനപ്പോൾ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കാമോ അല്ലേ? അങ്ങനെ രാജാവ് സന്തോഷത്തോടെ എന്ത് ചെയ്ത് ദ്രുപദ രാജധാനിയിൽ ചെന്നിട്ട് നമ്മുടെ ശിഖണ്ഡീനെ അനുഗ്രഹിക്കുകയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ വാക്ക് സത്യമായി തീർന്നതുകൊണ്ട് ദ്രുപദ രാജാവും ഭാര്യയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ആ കാലത്ത് തന്നെ ലോകസഞ്ചാരത്തിനിറങ്ങിയ യക്ഷരാജാവായിരിക്കുന്ന കുബേരൻ സ്തൂണാകർണൻ്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരമെല്ലാം നല്ലവണ്ണം അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും സ്തൂണാകർണൻ എന്താണ് കുബേരൻ്റെ മുമ്പിൽ വരാത്തത്? കൊട്ടാരമൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്തൂണാകർണൻ കുബേരൻ്റെ മുമ്പിൽ വരുന്നില്ല. അതെന്തായിരിക്കും കാരണം? ശിഖണ്ഡിക്ക് തൻ്റെ പുരുഷത്വം നൽകി സ്ത്രീത്വം വാങ്ങി എന്ന് ഇപ്പോൾ ഒരു എന്താ പറയുക, മഹിളയായിട്ടാണ്, ഒരു സ്ത്രീ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുമാണ് അറിഞ്ഞത്, കുബേരൻ അറിഞ്ഞത്. ഈ സംഭവം കുബേരൻ അറിഞ്ഞപ്പോഴേക്കും കുബേരന് ഭയങ്കര ദേഷ്യമായി. കുബേരൻ എന്ത് ചെയ്തു? യക്ഷന്മാരെ ധിക്കരിച്ചിട്ട് ഈ പ്രവൃത്തി ചെയ്ത നീ ഇനി കാലാകാലം സ്ത്രീയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. നീ യക്ഷന്മാരെ ധിക്കരിച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് അല്ലേ, അതുകൊണ്ട് നീ ഇനി കാലാകാലം സ്ത്രീയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ശിഖണ്ഡി എന്ത് ചെയ്തു? ശിഖണ്ഡി പുരുഷനായി തന്നെ ഇരിക്കട്ടെ എന്നും കുബേരൻ അങ്ങ് ശപിച്ചു. ഒരൊറ്റ ശാപം. ആരാ ശപിച്ചത്? കുബേരൻ. യക്ഷന്മാർ പ്രസാദിപ്പിച്ചപ്പോൾ ശിഖണ്ഡിയുടെ മരണശേഷമാണ് സ്തൂണന് പുരുഷത്വം പ്രാപിക്കാമെന്ന ശാപമോക്ഷവും കൊടുത്തു. എന്നാണോ ശിഖണ്ഡി മരിക്കുന്നത് അന്നേ ഇനി സ്തൂണാകർണന് ഈ ഒരു പുരുഷത്വം തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞിട്ട് ശാപമോക്ഷവും കൊടുത്തു. അതിനുശേഷമാണ് ശിഖണ്ഡി എന്ത് ചെയ്തത്? തൻ്റെ പുരുഷത്വം മടക്കി കൊടുക്കാനായി അവിടെ എത്തിയത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിഖണ്ഡി പുരുഷത്വം മടക്കി കൊടുക്കാനെത്തി. അപ്പോൾ നടന്ന കഥയെല്ലാം കേട്ടിട്ട് സ്തൂണകർണൻ പറഞ്ഞു, രാജപുത്ര, കുബേരൻ്റെ ശാപം മൂലം എനിക്ക് ഈ സ്ത്രീത്വം എനിക്ക് ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഒരു കാര്യം ചെയ്യൂ, അങ്ങ് പോയിട്ട് രാജ്യമൊക്കെ ഭരിച്ച് നന്നായിട്ട് ജീവിക്കുക. എനിക്ക് കുബേരൻ്റെ ശാപം കിട്ടി, ഇതെല്ലാം വിധിയാണെന്ന് ആലോചിച്ചോളൂ. എനിക്കിനി എൻ്റെ പുരുഷത്വം മടങ്ങി വാങ്ങാൻ കഴിയില്ല, ശാപമോക്ഷമേ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞു. സുശീല മാതാജി ഇട്ടത് കിച്ചൂട്ടൻ്റെ ഫോട്ടോ ആണല്ലേ, കണ്ടപ്പം പെട്ടെന്ന് കണ്ണതിലുടക്കി. ഞാൻ എൻ്റെ കിച്ചൂട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നു. ശിഖണ്ഡി മടങ്ങിപ്പോന്ന് സുഖത്തോടെ സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചു. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും അവിടെ ഉണ്ടല്ലോ മാതാജി. ഇനി വന്നാൽ ഞാൻ മാതാജിയുടെ കൂടെ 1-2 ദിവസം നിൽക്കും കോഴിക്കോട്. പോരെ? ആ വീട്ടിൽ നമുക്ക് നിൽക്കാം 1-2 ദിവസം, ഒരു ദിവസം. അങ്ങനെ സന്തോഷത്തോടു കൂടി ശിഖണ്ഡി തിരിച്ചു വന്നിട്ട് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ദ്രുപദൻ പെണ്ണായിരുന്ന തൻ്റെ പുത്രന്, ദ്രുപദൻ പെണ്ണായിരുന്ന തൻ്റെ മകന്, ദ്രുപദൻ്റെ മകനാരാ? ശിഖണ്ഡി. ശിഖണ്ഡി പെണ്ണായിരുന്നല്ലോ. ആ മകന് ദ്രോണന് ശിഷ്യനായിട്ട് വിട്ടു. എന്താ ചെയ്തത്? ദ്രോണൻ്റെ അടുത്ത് പോയിട്ടാണ് ശിഖണ്ഡി ശിഷ്യത്വം ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്, ശിഷ്യനായിട്ടിരിക്കുന്നത്. ദ്രോണാചാര്യരിൽ നിന്ന് എല്ലാ ആയുധമുറകളും ശിഖണ്ഡി പഠിച്ച് ഒരു വില്ലാളി വീരനായി മാറി ശിഖണ്ഡി. ദ്രുപദൻ എന്നെ വധിക്കാൻ വേണ്ടി തപസ് ചെയ്തിട്ട് സമ്പാദിച്ചിട്ടുള്ള സന്താനമാണ് ശിഖണ്ഡി. അതായത് ദ്രോണാചാര്യൻ്റെ അടുത്താണ് ശിഖണ്ഡി എല്ലാം പഠിക്കുന്നത്. എന്നാൽ ശിഖണ്ഡിയുടെ അച്ഛൻ ദ്രുപൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ മകനായിരിക്കുന്ന, അതായത് ദ്രുപദൻ്റെ മകനായിരിക്കുന്ന ശിഖണ്ഡിയെ കൊണ്ട് ദ്രോണനെ തന്നെ കൊല്ലണം എന്ന്. ദ്രോണനെ കൊല്ലാൻ വേണ്ടിയാണ് ദ്രുപദൻ ശിഖണ്ഡിയെ ദ്രോണൻ്റെ അടുത്ത് തന്നെ ആയുധ വിദ്യകൾ പഠിക്കാൻ വിടുന്നത്. അംബയുടെ പുനർജന്മമാണ് ആര്? ശിഖണ്ഡി.
അവൻ നേരിട്ട് വരുമ്പോൾ ഞാൻ അവനെ നോക്കുകയോ പ്രഹരിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യില്ല. ആരാ പറയുന്നത്? ഭീഷ്മർ പറയണം. ദ്രോണാചാര്യനിൽ നിന്ന് എല്ലാം പഠിക്കുകയാണ് ശിഖണ്ഡി. എന്നിട്ട് ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഭീഷ്മർ പറയാണ്, അവൻ അമ്പയുടെ പുനർജന്മമാണ്. ഇനി അവൻ നേരിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവനെ തല്ലാനും കൊല്ലാനും ഒന്നിനും പോവില്ല. എന്നെ കൊല്ലാൻ വന്നാലും ഞാൻ അവനെ കൊല്ലില്ല. ഭീഷ്മര് സ്ത്രീവധം ചെയ്തു എന്നുള്ളൊരു അപമാനം അതെനിക്ക് ഉണ്ടാവരുതല്ലോ. മനസ്സിലായില്ലേ? ഭീഷ്മര് സ്ത്രീവധം ചെയ്തു എന്നുള്ളൊരു തോന്നല് ആർക്കും ഉണ്ടാവരുത്. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. ഇപ്രകാരം പറഞ്ഞിട്ട് ഭീഷ്മര് നമ്മുടെ എന്താ പറയുക, ശിഖണ്ഡിയുടെ ജന്മത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഭീഷ്മരുടെ വാക്ക് കേട്ടിട്ട് ദുര്യോധനൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ ബീന മാതാജി. പിന്നീട് ദുര്യോധനൻ എന്ത് ചെയ്തു? തങ്ങളുടെയും ശത്രുക്കളുടെയും ഫലത്തെപ്പറ്റി ദുര്യോധനൻ നന്നായിട്ട് ഭീഷ്മരോടും ദ്രോണരോടും കൃപനോടും അശ്വത്ഥാമാവിനോടൊക്കെ ചോദിച്ചറിഞ്ഞു. അവസാനം അവരോട് അടുത്ത ദിവസം യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി റെഡിയാവാൻ പറഞ്ഞു. ആവശ്യമില്ലാത്തൊരു യുദ്ധമാണ് കേട്ടോ. അതുപോലെ പാണ്ഡവ പക്ഷത്തുള്ള ധർമ്മപുത്രർ എന്ത് ചെയ്തു? അർജുനനോടും മറ്റ് സൈന്യങ്ങളുടെ ശക്തിയൊക്കെ ചോദിച്ചറിഞ്ഞ് ദൃഷ്ടദുമ്നന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പുറപ്പെടാൻ അർജുനനും പറഞ്ഞു. ആലോചിച്ച് നോക്കണം. രണ്ടു കൂട്ടരും കൂടി 5 യോജന വിസ്താരത്തിൽ യുദ്ധക്കളം അങ്ങ് ഒഴിച്ചിട്ടു. 5 യോജന വിസ്താരത്തിൽ യുദ്ധക്കളം അങ്ങ് ഒഴിച്ചിട്ടു. 2 ഭാഗത്തും കുറേ കൂടാരങ്ങൾ അങ്ങ് നിർമ്മിച്ചു. കൗരവ പാണ്ഡവ യുദ്ധം തുടങ്ങാനുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറായി കഴിഞ്ഞു. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുമായിട്ടുള്ള യുദ്ധം തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ശ്രീ മഹാഭാരത കഥാസംഗ്രഹത്തില് ഉദ്യോഗപർവം കഴിഞ്ഞു. ക്ലിയർ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഉദ്യോഗപർവം കഴിഞ്ഞു. പോരെ ഇന്നത്തെ ക്ലാസ്? കഥ കേട്ടില്ലേ? മതിയായോ? ഓക്കെ. സുധിപ്രഭുവിന് ഓക്കെ. മതി. ഇന്നത്തെ ക്ലാസ് മതിയായി. ഓ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ. എല്ലാവരും കൂപ്പുകയും ഓക്കെ ഒക്കെ പറഞ്ഞു. അപ്പം ഇത്രയും മതി. ആഹാ, 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പം അല്ല, എത്രയും സമയം ഇപ്പോൾ? സൈനമാത ചോദിക്കുന്നത് അതെന്താന്ന്. മതിയോ? മുഴുവൻ പറയാന്ന്. ഇനി നമ്മൾ ഭീഷ്മ പർവ്വത്തിലേക്കാണ് പോകുന്നത്. അടുത്ത അധ്യായം ഭീഷ്മ പർവ്വം. ചുമ്മാ പറഞ്ഞതാ. അങ്ങനെ യുദ്ധസന്നാഹം. എനിക്കെന്ത് തിരക്ക് രഞ്ജിത്ത് പ്രഭു, ഞാൻ ഫ്രീ ആണ് ഇപ്പം. ഓമനക്കുട്ടൻ പറയുന്നു നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഭീഷ്മ പർവ്വമാണ് അടുത്ത അധ്യായം. സിനി മാതാജി മതിയായില്ല. ശ്രീദേവി മാതാജി യുദ്ധം വേണ്ട, നമുക്ക് ശ്രീദേവി മാതാജിയുടെ പേര് മാറ്റിയിട്ട് നമുക്ക് നേരെ എന്താ പറയുക, യുധിഷ്ഠിരനെന്നോ അർജുനനെന്നോ ഒക്കെ ആക്കാം അല്ലേ? കുറച്ചുകൂടിയെന്ന്. അടുത്ത ഭാഗം എടുത്തോളൂന്ന്. ഓക്കെ, റെഡി. ബിന്ദു മാതാജി ഉറക്കം വരാൻ പാടില്ല കേട്ടോ. വേഗം പോയിട്ട് മുഖം കഴുകിയിട്ട് വാ. അങ്ങനെ ഭീഷ്മ പർവ്വത്തില് യുദ്ധസന്നാഹമാണ്. യുദ്ധം ആരംഭിക്കാൻ റെഡിയായി. ആരൊക്കെ? പാണ്ഡവരും കൗരവരും കൂടെ യുദ്ധം തയ്യാറായി നിൽക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരുടെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് കൺഫ്യൂഷൻ ആയി പോകും. ഇത്രയും ആൾക്കാരെ പേര് ആലോചിച്ച് വെക്കണ്ടേ? ഹരേ കൃഷ്ണ. 2 ഭാഗത്തുള്ള സൈന്യങ്ങളും കൂടി കുരുക്ഷേത്രത്തിൽ വന്നിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. പാണ്ഡവരുടെ ഭാഗവും കൗരവരുടെ ഭാഗവും കൂടെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാണ്ഡവ സൈന്യം കൗരവ സൈന്യങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ട്, ശ്രദ്ധിച്ചു കേൾക്കണം, പാണ്ഡവ സൈന്യം കൗരവ സേനയുടെ നേരെ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് നിലയുറപ്പിച്ചു. പാണ്ഡവ സൈന്യം കൗരവ സേനയുടെ കിഴക്കോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്താണ് നിലയുറപ്പിക്കുന്നത്. ധർമ്മപുത്രർ എന്തു ചെയ്തു?
ധർമ്മപുത്രര് സൈന്യത്തിലുള്ളവരെ കണ്ടാലറിയുന്നതിനായിട്ട് മുദ്രയും പേരും അടങ്ങിയ അടയാളമൊക്കെ നൽകി. ഓരോരുത്തരെയും ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചിട്ടുണ്ട്. സാരില്ലേ ത്രിവേണിയമ്മേ, പേജിലുണ്ടാവും, ഇപ്പോൾ മുതൽ അങ്ങ് കേട്ടോളൂ. നമ്മുടെ ധർമ്മപുത്രർ എന്ത് ചെയ്തു? ഈ സൈന്യത്തിലുള്ള ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിൽ കുറച്ച് മുദ്രയും കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുത്തു. രാജ്യത്തിലുള്ള പുരുഷന്മാരെല്ലാവരും കൂടി അവിടെ എത്തിച്ചേർന്നിരുന്നാൽ സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. എല്ലാ പുരുഷന്മാരും യുദ്ധത്തിന് വേണ്ടി വരികയല്ലേ. അനിൽ പ്രഭു ഒന്ന് ഫോൺ എയറോപ്ലെയിൻ മോഡിലിട്ടിട്ട് തിരിച്ചു വരും, അപ്പം റെഡിയാവും. എല്ലാ പുരുഷന്മാരും യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്ത് ആരാ അവശേഷിക്കുക? സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും മാത്രം അല്ലേ? അവർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. രണ്ട് സൈന്യങ്ങളുമായിട്ട് യുദ്ധത്തിന് ഇങ്ങനെ അണിനിരന്ന് നിന്ന സമയത്ത് സേനാനായകന്മാരൊക്കെ മുന്നോട്ട് വന്നു. എങ്ങനെയാണ് യുദ്ധം നടത്തേണ്ടത്, എങ്ങനെ ചെയ്യുന്നതാണ് യുദ്ധത്തിൻ്റെ ധർമ്മമുറകൾ, എങ്ങനെ ചെയ്യുന്നതാണ് അധർമ്മം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു മീറ്റിംഗ് കൂടി, ഒരു സംസാരം. കാരണം യുദ്ധത്തിലിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ആയുധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയുധമുള്ള ഒരു വ്യക്തി ആയുധമില്ലാത്ത വ്യക്തിയെ ആയുധം കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല. അതായത് ഇപ്പം വിഷ്ണു മാരാറിൻ്റെ കയ്യിൽ മഞ്ജരീസിൻ്റെ മാരാറാണ് കേട്ടോ, മാരാരുടെ കയ്യിൽ ഇപ്പം ആയുധമില്ലാന്ന് കരുതുക. ഉടനെ നമ്മുടെ ശശികലാ മാതാജിയുടെ കയ്യിൽ ആയുധമുണ്ട്. അപ്പോൾ ഒരിക്കലും ശശികലാ മാതാജിയുടെ കയ്യിലുള്ള ആയുധം വെച്ചിട്ട് ആയുധമില്ലാത്ത മാരാരെ ഉപദ്രവിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം ശശികലാ മാതാജി? ആയുധം താഴെ ഇടണം, എന്നിട്ട് ദ്വന്ദ്വ യുദ്ധത്തിന് റെഡി ആവണം മാരാരെ കൂടെ. ഇതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സുധിപ്രഭു യുദ്ധത്തിന് റെഡിയായി, സുധിപ്രഭു യുദ്ധത്തിന് റെഡിയായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മുടെ വസന്ത മാതാജിയായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ സുധിപ്രഭുവിന് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ സുധിപ്രഭു പറഞ്ഞു, ലീലാമണി മാതാജി സൂപ്പർ. അപ്പോൾ സുധിപ്രഭു പറഞ്ഞു, എനിക്കിനി വയ്യ, യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മാതാജി യുദ്ധം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ല? അങ്ങനെയുണ്ട്. ആയുധമില്ലാത്തവനോടും അതുപോലെ തന്നെ വസന്ത മാതാജി പറയാണ്, അല്ല സുധിപ്രഭു പറയാണ് യുദ്ധത്തിന് ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വസന്ത മാതാജി യുദ്ധത്തിന് പോകരുത്. കീഴടങ്ങുന്നവനോടും യുദ്ധം ചെയ്യാൻ പാടില്ല. ഇത് യുദ്ധത്തിലുള്ളൊരു ധർമ്മമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കരാറുകളൊക്കെ റെഡിയാക്കിയിട്ട് പാണ്ഡവ പക്ഷത്ത് നിന്ന് ദൃഷ്ടദ്യുമ്നനും കൗരവ പക്ഷത്ത് നിന്ന് ഭീഷ്മരും മുന്നോട്ട് വന്നിട്ട് കരാറിൽ അങ്ങ് ഒപ്പിട്ടു. ശരി, ഈ കരാറുകളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് വന്നത്? പാണ്ഡവ പക്ഷത്ത് നിന്ന് ദൃഷ്ടദ്യുമ്നൻ വന്നു, കൗരവ പക്ഷത്ത് നിന്ന് ഭീഷ്മരും വന്നു. അങ്ങനെ ഈ കരാറിൽ അവർ ഒപ്പുവെച്ചു. കരാർ ഇതുപോലെയായിരുന്നു. എന്താണെന്നറിയോ? ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യരുത്, ആയുധം കയ്യിൽ നിന്ന് വീണവനെ തല്ലരുത്, സമന്മാർ തമ്മിലേ പൊരുതാവൂ, ഒരേപോലെയുള്ളവർ തമ്മിലേ യുദ്ധം ചെയ്യാവൂ. എന്തായുധം കൊണ്ടാണോ ഇങ്ങോട്ട് നേരിടുന്നത് അതേ ആയുധം കൊണ്ടേ നമ്മളും തിരിച്ച് നേരിടാൻ പറ്റും. ഒരാൾ വാളുകൊണ്ടാണ് വരുന്നതെങ്കിൽ അടുത്ത ഓപ്പോസിറ്റുള്ള ആളും വാളെടുക്കണം. അവൻ ഗദയാണ് എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളവൻ ഗദയെടുക്കണം. മറ്റവൻ അമ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളും അമ്പും വില്ലും എടുക്കണം. ഇങ്ങനെയാണ് യുദ്ധത്തിൻ്റെ രീതി. ആനയ്ക്ക് ആനയും കുതിരയ്ക്ക് കുതിരയും കാലാൾക്ക് കാലാളും തമ്മിൽ പൊരുതണം. ചെസ് കളി അറിയില്ലേ നിങ്ങൾക്ക്? അതേപോലെ വീണവനെ പ്രഹരിക്കരുത്. യുദ്ധത്തിൽ ഒരാൾ, ഹരകൃഷ്ണാച്ച, യുദ്ധത്തിൽ ഒരാൾ വീണുപോയാൽ അവനെ തല്ലരുത്, അടിക്കരുത്. തിരിഞ്ഞോടുന്നവൻ്റെ നേരെ അസ്ത്രം പ്രയോഗിക്കരുത്. ഒരാൾ യുദ്ധമൊക്കെ പേടിച്ച് അടിയൊക്കെ കിട്ടി വയ്യാണ്ടായി അവൻ ജീവനും കൊണ്ട് ഓടുകയാണെങ്കിൽ അവൻ്റെ നേരെ പ്രഹരണത്തിന് അസ്ത്രമൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അവനെ വിട്ടേക്കണം. പിന്നെന്താ പറഞ്ഞാൽ, ആയുധം വെച്ചാൽ അഭയം കൊടുക്കണം. ഇപ്പം നേരെ നമ്മുടെ എന്താ പറയുക, ഒരാൾ ആയുധം വെച്ചിട്ട് പറയണം അയ്യോ ഇനി ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞാൽ അവന് അഭയം കൊടുക്കണം, അവനെ ചേർത്ത് പിടിക്കണം എന്നാണ് പറയുന്നത്. യുദ്ധം കഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം, ബാക്കിയുള്ള ആൾക്കാരോട്. സൂതന്മാരിലും ചുമട്ടുകാരിലും ശസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഭൃത്യന്മാരിലും വാദ്യം വായിക്കുന്നവരിലും ശസ്ത്രം പ്രയോഗിക്കരുത്. ന്യായഭംഗം ആരും ചെയ്യരുത്. ഇതൊക്കെയായിരുന്നു കരാറിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ധർമ്മപ്രഖ്യാപനവും പ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞ് രണ്ട് സൈന്യങ്ങളും തമ്മിൽ അവരവരുടെ നിലകളിലേക്ക് മാറി. രണ്ട് കൂട്ടരും, പാണ്ഡവരും കൗരവരും, ഓക്കെ ശരി, ഞങ്ങൾ ഈ യുദ്ധമുറകളും ഈ പ്രതിജ്ഞകളൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് രണ്ടുപേരും എന്ത് ചെയ്ത് അവരവരുടെ രീതിയിലേക്ക് മാറി. വാദ്യഘോഷങ്ങളും ശംഖധ്വനികളും
അട്ടഹാസങ്ങളും ഒക്കെ രണ്ട് കൂട്ടരും അങ്ങ് മുഴക്കാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ വേദവ്യാസ മഹർഷി അവിടെ വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? സൈന്യങ്ങളെല്ലാം നോക്കിക്കണ്ടതിന് ശേഷം, രണ്ട് കൂട്ടരെയും നോക്കി കണ്ടിട്ട് വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? നേരെ ആരുടെ അടുത്ത് പോയി? നമ്മുടെ ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് പോയി. ധൃതരാഷ്ട്ര മഹാരാജാവ് എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വരാൻ പോകുന്ന ആപത്തിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? ദുര്യോധനന്റെ വിവരം കെട്ട സ്വഭാവം കാരണം എത്ര എണ്ണം മരിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ്. ദുഃഖത്തോടെ ഇരിക്കുന്ന രാജാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് വ്യാസൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജാവേ, ഇപ്പോൾ ഈ സമയത്ത് അങ്ങ് വേദനിച്ചിട്ട് കാര്യമില്ല. അങ്ങയുടെ മക്കളും മറ്റുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ, കൂട്ടത്തിൽ സഹായിക്കാൻ വന്ന രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ കാലം പിഴച്ചവരാണ്, എന്ന് വെച്ചാൽ സമയദോഷമുള്ളവരാണ്. തേഷു കാലപരീഷ്ഠേഷു വിനഷ്ടസ്വേവാ ഭാരത കാലപര്യായമാജ്ഞായമാസ്മാശോകേ മനഃകൃത എന്ന് പറഞ്ഞാൽ, കാലദോഷം കൊണ്ട് മുടിയുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സമയദോഷത്തുള്ള സമയത്ത് പലതും പല രീതിയിലും ചെയ്യാൻ തോന്നും. അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കാലക്കേട് വരുമ്പോൾ ഒരു മനുഷ്യന് ഒരു രക്ഷയില്ല. ഇവർ തമ്മിൽ പോരാടുന്നത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ധൃതരാഷ്ട്ര മഹാരാജാവേ, പാണ്ഡവരും കൗരവരും തമ്മിൽ പോരാടുന്നത് കാണാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് കാഴ്ചശക്തി തരാം. യുദ്ധത്തിൻ്റെ ആ ഒരു ഭയങ്കരമായ അവസ്ഥ അത് അങ്ങേക്ക് നേരിട്ട് കാണാം. വ്യാസൻ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ് പറയാണ്, അല്ലയോ ബ്രഹ്മർഷി സത്തമ, എൻ്റെ മക്കൾ മരിക്കുന്നത് ഞാൻ കാണണോ? അതിനാണോ ഞാൻ കാഴ്ചശക്തി തിരിച്ചു ചോദിക്കുന്നത്? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇരുന്ന് എനിക്കെല്ലാം കണ്ടാൽ മതി. എൻ്റെ മക്കൾ മരിച്ചു വീഴുന്നത് എനിക്ക് കാണണ്ട. ഇത് കേട്ടപ്പോൾ വ്യാസൻ എന്ത് ചെയ്ത്? വരം സഞ്ജയന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഈ സഞ്ജയൻ അങ്ങേക്ക് എല്ലാ യുദ്ധവിവരങ്ങളും വിവരിച്ചു തരും. അവന് ഞാൻ ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സഞ്ജയന്. സഞ്ജയൻ എന്ന് പറയുന്നത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കാര്യസ്ഥനാണ് കേട്ടോ. ഇവൻ യുദ്ധക്കളത്തിൽ പോയാലും ശത്രുക്കൾ ഇവനെ ഒന്നും ചെയ്യില്ല. നീ ദുഃഖിക്കുകയും വേണ്ട സഞ്ജയ, നീ വിഷമിക്കുകയും വേണ്ട. ഇത് യോഗമാണ്. ഇത് തടുക്കാൻ ആർക്കും സാധിക്കില്ല സഞ്ജയ. ധർമ്മം ജയിക്കും. യഥോ ധർമ്മസ്ഥോ ജയ. ധർമ്മമേ ജയിക്കൂ. ദുര്യോധനന്റെ പക്ഷത്ത് പല ദുർനിമിത്തങ്ങളും കാണുന്നുണ്ട്. വലിയൊരു നാശമാണ് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കാലകൃതമാണെന്ന് ആലോചിച്ച് സമാധാനിക്കുക, അല്ലാണ്ട് എന്താ പറയുക? ഇതിൽ വേണ്ടത് എന്താണെന്ന് ആലോചിച്ചിട്ട് അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഇത് മുമ്പ് തന്നെ ഈശ്വരൻ കൽപ്പിച്ച കാര്യമാണ്. ഭൂമിയുടെ ഭാരം ചുരുക്കാൻ വേണ്ടി ഭഗവാൻ കൽപ്പിച്ചതായിരിക്കാം. ക്ഷാത്രധർമ്മത്തിൽ രാജാക്കന്മാർ പോരിൽ മരിച്ചാൽ പരലോകത്തിൽ അവർ സുഖമായിട്ട് അനുഭവിക്കും. ഈ ലോകത്തിൽ കീർത്തിയും ലഭിക്കും. അവർ യുദ്ധം ചെയ്ത് മരിക്കട്ടെ, അവർക്ക് പരലോകത്ത് നല്ല ശാന്തിയും സമാധാനവും കിട്ടട്ടെ. ഈ ലോകത്തിൽ അവർക്ക് നല്ല പേരും കിട്ടട്ടെ. അതുകൊണ്ട് വരേണ്ടതൊക്കെ വരട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ടപ്പോൾ നമ്മുടെ വ്യാസം പറഞ്ഞു, അതല്ല രാജാവേ, ഭവാൻ എല്ലാവർക്കും ധർമ്മത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കണം. സ്വർഗത്തിൽ പോകാൻ യുദ്ധത്തിൽ പോയി മരിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ധർമ്മം സംരക്ഷിച്ചാൽ തന്നെ സ്വർഗത്തിലെത്താമായിരുന്നില്ലേ? ജ്ഞാതിവധം ശുദ്രമായ ഒരു കാര്യമാണ്. അതൊഴിവാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യണമായിരുന്നു. യുദ്ധം വേണ്ടായിരുന്നു. ധർമ്മം അനുസരിച്ച് രാജ്യം പാണ്ഡവന്മാർ നേടട്ടെ, കൗരവന്മാർക്ക് സമാധാനവും ലഭിക്കില്ലേ? അങ്ങയ്ക്ക് രണ്ടു കൂട്ടരും ഒരുപോലെ ആയിരുന്നില്ലേ ധർമ്മരാജാവേ, ധൃതരാഷ്ട്ര രാജാവേ എന്ന് ചോദിച്ചു. ധൃതരാഷ്ട്ര അതിന് മറുപടി കൊടുത്തു. എന്താണെന്നറിയോ പറഞ്ഞത്? ഇതെല്ലാം ഞാനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെ. ധർമ്മം അനുസരിച്ച് നടക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരിക്കലും അധർമ്മം ആഗ്രഹിക്കുന്നില്ല മഹർഷേ. എല്ലാം ഞാനിപ്പോൾ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാനില്ല. അതിനുശേഷം
ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അപേക്ഷയനുസരിച്ച് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ വ്യാസൻ എന്ത് ചെയ്തു? വിവരിച്ചു കൊടുത്തു. പടയുടെ വലിപ്പ ചെറുപ്പങ്ങളിലല്ല വിജയത്തിൻ്റെ അടിസ്ഥാനം. ഒരു വലിയൊരു പടയുണ്ടെന്ന് കരുതിയിട്ട് ജയിക്കുമെന്ന് ഉറപ്പുവരുത്തണ്ട. സാമധാനങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ച് നിർത്തുന്ന സൈന്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വലിയ വലിയ സൈന്യങ്ങളെയൊക്കെ അവർ നശിപ്പിക്കും. സംഘർഷം കൊണ്ട് എപ്പോഴും നാശമേ ഉണ്ടാവും. വയലൻസ് അത് വേണ്ട, സംഘർഷം വേണ്ട, അതുകൊണ്ട് നാശമേ ജീവിതത്തിൽ ഉണ്ടാവൂ. വിജയത്തിന് ആശ്രയം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. വിജയമാണോ നമുക്ക് വേണ്ടത്? ഈശ്വരനെ മുറുകെ പിടിക്കണം. പോരിൽ ജേതാക്കൾ കൃത്യരാണ്. പോര് നടക്കുമ്പോൾ രണ്ട് കൂട്ടരും ഒരുപോലെ പെരുമാറും. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് വ്യാസൻ അങ്ങ് മടങ്ങിപ്പോയി. വ്യാസമുനി പോയതിന് ശേഷം ധൃതരാഷ്ട്രർ കുറേ നേരം മക്കളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നു. അതിനുശേഷം തൻ്റെ മനസ്സിനെ മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റാനോ ഒന്നും സാധിക്കുന്നില്ല ധൃതരാഷ്ട്രർക്ക്. എന്നാലും ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, നിനക്ക് വ്യാസദേവൻ ദിവ്യദൃഷ്ടിയും സർവജ്ഞാനവും ഒക്കെ നൽകി അനുഗ്രഹിച്ചിട്ടല്ലേ ഇപ്പോൾ പോയത്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് യോദ്ധാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ രാജ്യങ്ങളെപ്പറ്റിയും അവരുടെ പ്രത്യേകതകളെ പറ്റിയൊക്കെ വിവരിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഞ്ജയ. അതുകൊണ്ട് നീ അതൊക്കെ ഒന്ന് എന്നോട് പറയുമോ എന്ന് ചോദിച്ചു. സഞ്ജയൻ ആദ്യം തന്നെ അഡ്ജം, സ്വേദജം, ജരായുജം എന്ന 3 പരയോനികളെപ്പറ്റി പറഞ്ഞ് അതിൽ ജരായുജങ്ങളായിരിക്കുന്ന ജീവികളെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അവയിൽ മനുഷ്യർക്കുള്ള മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിവാക്കി കൊടുത്തു. ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, സാരില്ല, അത് മുന്നോട്ട് ക്ലിയർ ആവും. അതിനുശേഷം മനുഷ്യർ വസിക്കുന്ന ഭൂമിയെയും ഭൂമിയിലുള്ള വിവിധ ദ്വീപുകളുടെയും ചരിത്രമങ്ങ് വിസ്തരിച്ചങ്ങ് പറഞ്ഞു കൊടുത്തു. സുദർശന ദീപം, ഭാരതത്തിലെ വിവിധ പർവ്വതങ്ങൾ, നദികൾ, മാല്യവാൻ പർവ്വതം, ഉത്തര കുരുദേശം, ശാഖദ്വീപം, ഉത്തരദ്വീപുകൾ, അങ്ങനെ ഒരുപാട് ദേശങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ചങ്ങ് സഞ്ജയൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം ധൃതരാഷ്ട്രർക്ക് പിന്നെയും മനസമാധാനം ഇല്ല യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്. ഈ മനസ്സൊന്ന് മാറ്റാനാണ് സഞ്ജയനോട് പലതും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ മക്കളെ ഇങ്ങനെ പല കാര്യങ്ങൾ സഞ്ജയൻ പറയുമ്പം ധൃതരാഷ്ട്രം അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പം അയ്യോ യുദ്ധം വരാൻ പോവല്ലേ, എൻ്റെ മക്കളൊക്കെ ഇപ്പം മരിക്കൂലേ, ഇതായ ആലോചന. സഞ്ജയനാകട്ടെ യുദ്ധക്കളത്തിലേക്ക് പോവുകയും ചെയ്തു. എവിടെയും പോകാതെ അവിടെ തന്നെ ഇരുന്നാൽ എല്ലാം കാണാനും അറിയാനുമുള്ള ദിവ്യദൃഷ്ടി വ്യാസം കൊടുത്തെങ്കിൽ കൂടിയും കുരുക്ഷേത്രം കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് സഞ്ജയൻ എന്ത് ചെയ്തു 10 ദിവസം അവിടെ ചെന്നിട്ട് 10 ദിവസം നടന്ന സംഭവങ്ങളും യുദ്ധത്തിൻ്റെ ആ രൗദ്രതയൊക്കെ നേരിട്ട് സഞ്ജയൻ കണ്ടു. സഞ്ജയൻ രാജകൊട്ടാരത്തിൽ ഇരുന്നാൽ തന്നെ സഞ്ജയൻ എല്ലാം കാണാൻ പറ്റും, അറിയാനും പറ്റും. താങ്ക് യു ശ്രീകുമാർ പ്രഭു. അങ്ങനെ ആണെങ്കിൽ കൂടിയും സഞ്ജയൻ എന്ത് ചെയ്തു? ആ കുരുക്ഷേത്ര ഭൂമിയും ആ യുദ്ധമൊക്കെ ഒന്ന് കാണണ്ടേ, ഒരു ഭയങ്കര ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് സഞ്ജയൻ എന്ത് ചെയ്തു? നേരിട്ട് അവിടെ ചെന്നു. സഞ്ജയൻ്റെ സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. എന്താ അവിടെ നടക്കുന്നത്, ഒന്ന് കണ്ടാൽ മതി എന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും അവിടെ വലിഞ്ഞു കയറി ചെല്ലും, അല്ലേ? അങ്ങനെ സഞ്ജയൻ പോയി 10 ദിവസം അവിടെ താമസിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങളും യുദ്ധത്തിൻ്റെ രൗദ്രതയൊക്കെ അങ്ങ് നേരിട്ട് അങ്ങ് കണ്ടു. 10ാം ദിവസമാണ് സഞ്ജയൻ വീണ്ടും ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് വരുന്നത്. 9 ദിവസവും നടന്ന സംഭവങ്ങളൊന്നും സഞ്ജയൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ധൃതരാഷ്ട്രം അറിയുന്നില്ല. യുദ്ധം നിരീക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു സഞ്ജയൻ. 10ാം ദിവസം ശിഖണ്ഡിയുടെ അമ്പേറ്റ് ഭീഷ്മരങ്ങ് നിലംപതിച്ചു. ആ വിശേഷ സംഭവം അറിയിക്കാൻ സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് അങ്ങ് ഓടിയെത്തി, ഭീഷ്മർ വീണെന്നറിയിക്കാൻ. അപ്പോഴും ചിന്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആര്? ധൃതരാഷ്ട്രർ. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ഇതാ സഞ്ജയൻ വന്ന് അങ്ങയെ നമസ്കരിക്കുന്നു.
അതായത് കണ്ണു കാണില്ലല്ലോ. ഒരു വിശേഷ സംഭവം ഞാൻ അങ്ങേ അറിയിക്കാനാണ് വന്നത്. കുരുപിതാമഹനായിരിക്കുന്ന ഭീഷ്മർ യുദ്ധത്തിൽ ഹനിക്കപ്പെട്ടു. ആരുടെ കയ്യൂക്കിൻ്റെ ബലത്തിലാണോ ദുര്യോധനൻ ഈ സാഹസത്തിന് പുറപ്പെട്ടത്, ആ ഭീഷ്മരിന്ന് ശിഖണ്ഡിയാൽ വീണുപോയിരിക്കുന്നു. ഭീഷ്മരുടെ ബലം കണ്ടിട്ടല്ലേ ദുര്യോധനൻ യുദ്ധത്തിനിറങ്ങിയത്. ആ ഭീഷ്മരിന്ന് ശിഖണ്ഡിയുടെ കൈകളാൽ വീണിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്. ശരങ്ങൾ കൊണ്ടൊരു ശയ്യ ഉണ്ടാക്കിയിട്ട് ഭീഷ്മരെ ആ ശയ്യയിൽ കിടത്തിയിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് അനേകായിരം ശത്രുക്കളെയൊക്കെ നശിപ്പിച്ച് പൗരുഷം കാണിച്ച അദ്ദേഹം ഒരു സാധാരണ വില്ലാളിയും നിസാരനായ ഒരു ശിഖണ്ഡിയുടെ ശരങ്ങളിലാണ് വീണുപോയിരിക്കുന്നത്. ഇന്ദ്രനെ പോലെ ധൈര്യത്തോടുകൂടി യുദ്ധം ചെയ്ത ആ സേനാനി, അമാനുഷിക കർമ്മം ചെയ്ത ആ അതിമാനുഷൻ, പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ഉയർന്ന പദവിയിലും ഇരിക്കുന്ന ആ പിതാമഹൻ അവസാനം ശിഖണ്ഡിയുടെ ശരങ്ങൾക്കാണ് വീഴേണ്ടി വന്നത്. ഇത് കേട്ട് ധൃതരാഷ്ട്രർ അങ്ങ് ഞെട്ടിപ്പോയി. ഇനി ദുര്യോധനൻ എന്ന് പറയുന്നവന്റെ മുന്നിൽ നിൽക്കാൻ ആരുമില്ല. അദ്ദേഹം അങ്ങ് കരയാൻ തുടങ്ങി. ധൃതരാഷ്ട്രർ, എന്ത്? ശാസ്ത്രാസ്ത്ര വിദഗ്ധനും അമാനുഷ പ്രഭാവനുമായിരിക്കുന്ന പിതാമഹൻ ശിഖണ്ഡിയാൽ ഹതനായെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശത്രുക്കൾക്കെല്ലാം ഭയങ്കരനായിരിക്കുന്ന ആ കുരുവൃദ്ധൻ അദ്ദേഹമായിരുന്നില്ലേ എൻ്റെ മക്കൾക്കൊരാശ്രയം? ഭാരതയുദ്ധത്തിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടാൻ കഴിവുള്ള ഭീഷ്മർ മരിച്ചാൽ പിന്നെ എന്ത് യുദ്ധമാണ് അവിടെ നടക്കുന്നത്? ദ്രോണൻ, കൃപൻ, അശ്വത്ഥാമാവ്, ഇതുപോലെ ഉണ്ടായിരുന്ന മഹാരഥന്മാരുണ്ടായിട്ടും ഭീഷ്മരെ രക്ഷിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു സാധാരണക്കാരനായിരുന്ന ശിഖണ്ഡിക്ക് എങ്ങനെയാണ് ഈ മഹാരഥനെ വീഴ്ത്താൻ കഴിഞ്ഞത്? പണ്ട് കാശിയിൽ വെച്ച് എല്ലാ രാജാക്കന്മാരും ഒന്നിച്ചെതിർത്തപ്പോഴും അവരെ എല്ലാം ജയിക്കാൻ പിതാമഹന് സാധിച്ചില്ലേ? ഒരു വിഷമവും ഉണ്ടായില്ല. സ്വന്തം ഗുരുവായിരിക്കുന്ന പരശുരാമനോട് ഏറ്റുമുട്ടിയിട്ട് വീര്യം തെളിയിച്ചവനല്ലേ ഭീഷ്മർ? എന്നിട്ടും അദ്ദേഹത്തെ വീഴ്ത്താൻ ഒരു സാധാരണക്കാരനായ ശിഖണ്ഡിക്ക് എങ്ങനെ കഴിഞ്ഞു? പറയൂ സഞ്ജയ, എല്ലാം വിസ്തരിച്ചു പറയൂ. എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. എൻ്റെ കാലുകളെല്ലാം തളരുന്നു സഞ്ജയ. എല്ലാ ഗുണങ്ങളോടും കൂടിയവനും മഹാബലവാനുമായ ശാന്തനവൻ ഹതനായെങ്കിൽ പിന്നെ ശക്തിയെപ്പറ്റി എന്താ പറയാനുള്ളത്? ധർമ്മത്തെക്കാൾ ബലം കൂടിയത് അധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവർ രാജ്യം മോഹിച്ചിട്ട് വൃദ്ധനും ഗുരുവുമായിരിക്കുന്ന പിതാമഹനെ വധിച്ചില്ലേ? അത് അധർമ്മമല്ലേ? ഭാർഗവരാമനോടുകൂടി ജയിക്കാൻ കഴിയാത്ത ഭാർഗവരാമന് പോലും ഈ പിതാമഹനെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ ധർമ്മമൂർത്തിയെ ആണും പെണ്ണുമല്ലാത്തൊരു നിസാരന് വധിക്കാൻ എങ്ങനെയാണ് സാധിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തെ താഴെയിടാൻ സാധിച്ചത്? അധർമ്മത്തിൻ്റെ ബലം കൊണ്ടല്ലേ അത് സംഭവിച്ചത്. ഇത് കേട്ടിട്ടും സഞ്ജയ, ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ. എൻ്റെ ഹൃദയം കാരിരുമ്പ് കൊണ്ടാണോ സഞ്ജയ ഉണ്ടാക്കിയിരിക്കുന്നത്? പുത്രശോകാർത്ഥനായിരിക്കുന്ന ഞാൻ, മക്കളെക്കുറിച്ച് ആലോചിച്ച് വിലപിക്കുന്ന ഞാൻ, ഭീഷ്മരിൽ നിന്നും ഒരു രക്ഷ എൻ്റെ മക്കൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുമില്ലാതെ പോയല്ലോ സഞ്ജയ. ഇനി എന്താ സഞ്ജയ നമുക്കൊരാശ്രയം? ഇങ്ങനെ പലതും പറഞ്ഞിട്ട് കുറേ നേരം കരഞ്ഞതിന് ശേഷം
ധൃതരാഷ്ട്രനോട് സഞ്ജയനോട് ധൃതരാഷ്ട്ര പറഞ്ഞു, സഞ്ജയ, യുദ്ധത്തെപ്പറ്റി കൂടുതൽ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭീഷ്മരുടെ പതനത്തെപ്പറ്റി ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ ഇവരൊക്കെ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്? അവർക്ക് ഇനിയെങ്കിലും എൻ്റെ മക്കൾക്ക് കുറച്ചെങ്കിലും ബോധം വരുന്നുണ്ടോ? ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഭീഷ്മരെ കൂടാതെ ആരൊക്കെ അവിടെ മരിച്ചു വീണത്? ദുര്യോധനൻ ഉണ്ടാക്കിവിട്ട ദുഃഖങ്ങളൊക്കെ ഞാൻ കേൾക്കട്ടെ സഞ്ജയ. യുദ്ധത്തിൻ്റെ ആരംഭം മുതൽ എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? എന്നോട് പറയൂ സഞ്ജയ. എനിക്കൊരു മനസമാധാനമില്ല. ഈ ദുഃഖമൊക്കെ ഉണ്ടാക്കിയത് ദുര്യോധനൻ എന്ന് പറയുന്ന എൻ്റെ മകനാണ്. ആര്, എപ്പോ, എന്ത് ചെയ്തു, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എന്നോട് പറയൂ സഞ്ജയ. ആരൊക്കെയാണ് ഭീഷ്മരോട് ഏറ്റുമുട്ടിയത്? ആരെല്ലാം ചേർന്നാണ് ഭീഷ്മരെ കൊന്നത്? ശിഖണ്ഡിയും ഭീഷ്മരോട് ഏറ്റുമുട്ടിയപ്പോൾ ദ്രോണരൊക്കെ എവിടെയായിരുന്നു? മറ്റ് സംഘങ്ങളിലെ സൈന്യങ്ങൾ എത്രമാത്രം നശിച്ചു സഞ്ജയ? എല്ലാ കാര്യങ്ങളും എന്നോട് വിശദീകരിച്ചു പറയൂ സഞ്ജയ. എനിക്കൊരു സമാധാനവും ഇല്ല സഞ്ജയ. ഇത് കേട്ടപ്പോൾ നമ്മുടെ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ മാക്സിമം. മഹാരാജാവേ, അങ്ങ് ധൃതി വയ്ക്കാതിരിക്കൂ. ഞാനെല്ലാം വിസ്തരിച്ചു പറയാം. വ്യാസദേവൻ എനിക്ക് ദിവ്യദൃഷ്ടിയും ദൂരശ്രവണ ശക്തിയും നൽകിയിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ എന്താണോ സംഭവിക്കുന്നത് അത് കേൾക്കാനുള്ള ശക്തിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെല്ലാം കേൾക്കാനും കാണുവാനും സാധിക്കുന്നുണ്ട്. വ്യാസദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഞാൻ അങ്ങയെ കേൾപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ടാവട്ടെ. യുദ്ധം ആരംഭിക്കാറായപ്പോൾ ദുര്യോധനൻ ദുശാസനനെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. ഓക്കെ മുരുകൻ പ്രഭു. ദുശാസന, നമ്മുടെ വിജയം മുഴുവൻ ഭീഷ്മരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദുശാസനനെ വിളിച്ചിട്ട് ദുര്യോധനൻ പറയാണ് കേട്ടോ, ദുശാസന, നമ്മുടെ വിജയം മുഴുവൻ ഭീഷ്മരെ ആശ്രയിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് ഭീഷ്മരുടെ രക്ഷയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കാലമായി നാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ പാണ്ഡവരെയെല്ലാം നശിപ്പിച്ച് നമുക്ക് രാജ്യം സ്വന്തമാക്കണം. അതിന് ഭീഷ്മരുടെ രക്ഷയാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് ശിഖണ്ഡി അടുത്തു വരാതെ ശ്രദ്ധിക്കണം. താൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ലെന്നും അവനെ കൊല്ലുകയില്ലെന്നും ഭീഷ്മർ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷ്മരെ 4 ഭാഗത്തു നിന്നും സംരക്ഷിക്കുന്നതോടൊപ്പം ശിഖണ്ഡിയെ വധിക്കുവാനും കൂടി ശ്രദ്ധിക്കണം. കുറുക്കൻ സിംഹത്തെ കൊല്ലുന്നത് പോലെ ശിഖണ്ഡി വന്ന് ഭീഷ്മനെ കൊല്ലുവാൻ ഇടവരരുത്. അർജുനന്റെ സംരക്ഷണയിലാണ് ശിഖണ്ഡി നിൽക്കുന്നത്. അർജുനനെയും ശിഖണ്ഡിയെയും ഒന്നിച്ചു വധിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ഏതായാലും ഭീഷ്മരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ദുര്യോധനന്റെ വാക്കുകൾ, അതായത് ചേട്ടന്റെ വാക്കുകൾ, ദുശാസനൻ എന്ന് പറയുന്ന ദുര്യോധനന്റെ അനിയനാണ്. ചേട്ടന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ശ്രദ്ധയോടെ കേട്ടിട്ട് ദുശാസനൻ പറഞ്ഞു, ശരി, ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് സൈന്യങ്ങളൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ പോയി നിലയുറപ്പിച്ചു. യുദ്ധം തുടങ്ങുമ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ലോകം മുഴുവൻ നടുങ്ങുമാറ് അത്യുച്ചത്തിലുള്ള ശബ്ദം 2 ഭാഗത്തു നിന്നും അങ്ങ് പുറപ്പെട്ടു. സൈന്യങ്ങളുടെ അട്ടഹാസങ്ങൾ, ശംഖനാദങ്ങൾ, കുതിരകളുടെ ഹേഷാവരങ്ങൾ, ആനകളുടെ ചിഹ്നം വിളികൾ എല്ലാം കൂടി പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന രീതിയിൽ മഹാശബ്ദം യുദ്ധഭൂമിയിൽ വ്യാപിച്ചു. 11 അക്ഷൗഹിണി സൈന്യം ഒരു ഭാഗത്ത് വലിയ സൈന്യങ്ങളോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. മറുഭാഗത്ത് പാണ്ഡവന്മാരുടെ 7 അക്ഷൗഹിണി സൈന്യങ്ങൾ ലോകം മുഴുവൻ മുടിക്കുവാനുള്ള ശക്തിയോടുകൂടി ആർത്ത് വിളിച്ച് 2 കൂട്ടരും നിൽക്കുകയാണ്. 2 മഹാസമുദ്രങ്ങൾ പോലെ അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന ആ സൈന്യങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ ഒരു അപൂർവമായ കാഴ്ചയാണ്.
ഭീഷ്മരും ദ്രോണരും അങ്ങയുടെ ഭാഗത്ത് നിന്നാണ് പൊരുതിയതെങ്കിലും വിജയം ആശംസിച്ചിരുന്നത് പാണ്ഡവർക്കായിരുന്നു. ഭീഷ്മർ രാജാക്കന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, രാജാക്കന്മാരെ, സ്വർഗരാജ്യം നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. അതിലേ പോയി ഇന്ദ്ര ബ്രഹ്മാസ്യലോകം നിങ്ങൾ പോകുവിൻ. ഇതം വാ ക്ഷത്രിയാദ്വാരം സ്വർഗായാഭാവൃതം മഹത് ഗച്ഛ്വതം തേന ശക്രസ്യ ബ്രഹ്മണാ സഹലോകാധാം. ഏഷ വ ശാശ്വതാ പന്ഥാ പൂർവൈ പൂർവധരൈ കൃതാ സംഭവായ മാനമാനാവ്യ ഗ്രമനോസോ യുധി എന്നാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് കേട്ടോ. ഇത് നോക്കിക്കോളൂ, ഇങ്ങനെയാണ് അവർ നിൽക്കുന്നതേ. കണ്ടോ, ഇത്രയും ഉണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്. വലിയ യുദ്ധം നടക്കുകയാണ്. നിങ്ങൾക്ക് പണ്ടുള്ളവർ നിശ്ചയിച്ച ശാശ്വത മാർഗമാണിത്. യുദ്ധം ചെയ്ത് വീരസ്വർഗം അങ്ങ് പ്രാപിക്കുക. രോഗം പിടിച്ച് വീട്ടിൽ കിടന്ന് മരിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് അധർമ്മമാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കണം. ഭീഷ്മരുടെ വാക്ക് കേട്ടപ്പം എല്ലാവരും ഉത്സാഹത്തോടു കൂടി തേരിൽ കയറിയിട്ട് യുദ്ധത്തിനങ്ങ് ഒരുങ്ങി. കർണൻ മാത്രം ശസ്ത്രം താഴെ വെച്ചിട്ട് പിന്മാറി നിന്നു. ഭീഷ്മരും താലധ്വജമുള്ള തേരിൽ കയറി യുദ്ധക്കളത്തിൽ അങ്ങ് എത്തി. മഹാരഥന്മാരായിരിക്കുന്ന വില്ലാളി വീരന്മാരെന്തു ചെയ്തു? ഭീഷ്മരുടെ ഓരോ ഭാഗത്ത് വന്ന് നിന്ന് അങ്ങ് നിലയുറപ്പിച്ചു. കാരണം ഭീഷ്മരെ ആശ്രയിച്ചിട്ടാണ് കുരുവംശം നിൽക്കുന്നത്. ആന, കുതിര, തേര്, കാലാൾ സൈന്യങ്ങൾ എല്ലാം വന്ന് അങ്ങ് നിന്നു. കൗരവന്മാരുടെ ബൃഹത്തായിരിക്കുന്നത് വലിയ തോതിലുള്ള ഈ സൈന്യത്തെ കണ്ടപ്പോൾ ധർമ്മപുത്രർ അർജുനനെ ഇങ്ങ് വിളിച്ചു. കൗരവന്മാരുടെ ആ വലിയ സൈന്യം കണ്ടപ്പോഴേക്കും ധർമ്മപുത്രർ അർജുനനോട് പറഞ്ഞു, ഉണ്ണി അർജുന, ഈ വലിയ സൈന്യത്തോട് ചെറിയ സൈന്യം എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് നിനക്കറിയാലോ? ചേട്ടൻ ചോദിക്കണം അനിയനോട്. അതിന് പറ്റിയ വ്യൂഹം സൂചിമുഖമാണ്. ശത്രുക്കളേക്കാൾ കുറവാണല്ലോ നമ്മുടെ സൈന്യം. ഓപ്പോസിറ്റ് നിൽക്കുന്ന കൗരവരുടെ ഭാഗത്തുള്ളതിനേക്കാൾ നമ്മുടെ സൈന്യം കുറച്ച് കുറവാണ്. അതുകൊണ്ട് അർഹമായ വിധത്തിൽ നീ ഒരു വ്യൂഹം ചമച്ചെടുക്കണം. ഏത് രീതിയിലാണോ നമ്മൾ അവരെ വളയേണ്ടത് ആ രീതിയിൽ നീ വളഞ്ഞേക്കണം. അർജുനൻ പറഞ്ഞു, ആ വലിയ സൈന്യത്തെ എതിരിടുവാൻ പറ്റിയ തരത്തിലുള്ളൊരു വ്യൂഹം അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എതിരാളികൾക്ക് ദുസ്സഹനായിരിക്കുന്ന ഭീമസേനൻ, എതിരാളികൾക്ക് ഭീമസേനനെ കുറച്ച് പേടിയാണ്. ഭീമസേനൻ ആ വ്യൂഹത്തിൻ്റെ മുൻപിൽ തന്നെ ഉണ്ടാകും. അവനെ കണ്ടാൽ കൗരവന്മാരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോകും. ഭീമനെ കണ്ട കൗരവന്മാരെല്ലാം പേടിച്ചോടിപ്പോകും. യോധശ്രേഷ്ഠനായിരിക്കുന്ന ഭീമനെ നമ്മൾ നിർഭയം ആശ്രയിക്കണം. യോദ്ധാവാണ് ഭീമൻ. ആ ഭീമനെ നമ്മൾ എന്തു ചെയ്യണം? ആശ്രയിച്ചേ പറ്റൂ. അർജുനൻ വ്യൂഹം കെട്ടി അങ്ങ് റെഡിയായി പുറപ്പെട്ട സമയത്ത് മുമ്പിൽ ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, നകുലൻ, സഹദേവൻ എല്ലാവരും അങ്ങ് നിന്നു. പിന്നീട് വിരാട് രാജാവും പാഞ്ചാലിപുത്രന്മാരും അഭിമന്യുവും പിന്നീടുള്ള സൈന്യങ്ങളും നേതാക്കന്മാരും എല്ലാവരും കൂടി അങ്ങ് നിന്നു. പിന്നിൽ ശിഖണ്ഡി അർജുനന്റെ രക്ഷയിൽ ഭീഷ്മവധത്തിന് അങ്ങ് ഒരുങ്ങി നിൽക്കുകയാണ്. അർജുനന്റെ പിന്നിലാണ് ശിഖണ്ഡി നിൽക്കുന്നത്. എന്തിന്? ഭീഷ്മരെ കൊല്ലാൻ. ശിഖണ്ഡിക്ക് സംരക്ഷകനായിട്ട് ആര് നിൽക്കുന്നു? അർജുനൻ നിൽക്കുന്നു. അങ്ങനെ ഇവർ ഓരോരോ സ്ഥലങ്ങളിൽ അങ്ങ് നിലയുറപ്പിച്ചു. ആരെവിടെ വെച്ച് തീർക്കണം എന്നുള്ള ആ ഒരു വ്യൂഹം അങ്ങ് ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെ മഹാരഥന്മാരെന്തു ചെയ്തു?
അതാത് സ്ഥാനത്ത് നിൽക്കുന്ന ആ പെരും പടയെ അങ്ങ് പരിശോധിച്ചു. എല്ലായിടത്തും നോക്കി. യുധിഷ്ഠിരൻ എന്ത് ചെയ്തു എന്നറിയോ? വലിയൊരു ആനയുടെ പുറത്തങ്ങോട്ട് കയറി യുധിഷ്ഠിരനും അങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങി. ഇരുമ്പൊലക്ക പോലെയുള്ള വലിയൊരു ഗദയെടുത്തിട്ട് ആ പെരും പടയെ അണിനിരത്തി കണ്ട് ഭീമൻ എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷം ഭീമന്. വജ്രം പോലെ ആ വ്യൂഹം, ആ ഒരു നിൽക്കുന്ന പൊസിഷനെയാണ് വ്യൂഹം എന്ന് പറയുന്നത്. ആ വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പേടിക്കേണ്ട, നിർഭയമായിട്ട് സർവ്വതോന്മുഖത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന വ്യൂഹത്തിൻ്റെ, അതായത് നമ്മുടെ അർജുനനും ഭീമനും ദൃഷ്ടദുമ്നനും നകുലനും സഹദേവനും വിരാട് രാജാവും പാഞ്ചാലി പുത്രന്മാരും അഭിമന്യുവും അവരെ സൈന്യങ്ങളും അവരെ നേതാക്കന്മാരും ശിഖണ്ഡിയും ഭീമനും എല്ലാം കൂടി അങ്ങ് യഥാർത്ഥ പൊസിഷനിൽ അങ്ങ് നിന്നപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂടെ. ഏത് ഭാഗത്തു നിന്ന് എപ്പോൾ ആര് വന്നാലും ഇവരൊറ്റയടിക്ക് തീർത്ത് കളയും. കൂട്ടത്തിൽ നമ്മുടെ യുധിഷ്ഠിരൻ ഒരു ആനയുടെ പുറത്തങ്ങോട്ട് കയറി, വലിയൊരു ആനയുടെ പുറത്ത്. അതിമഹത്തായിരിക്കുന്ന വലിയ കൗരവസേനയോട് എതിർക്കാൻ പറ്റുന്ന രീതിയിൽ വ്യൂഹം തയ്യാറാക്കി നിൽക്കുന്ന ഗാന്ധീവിയെ, അതായത് അർജുനനെയാണ് ഗാന്ധീവി എന്ന് വിളിക്കുന്നത്, ഈ വ്യൂഹത്തെ റെഡിയാക്കി എല്ലാ ഭാഗത്തും കൃത്യമായി നിൽക്കുന്ന അർജുനനെ കണ്ടപ്പം യുധിഷ്ഠിരന് ഭയങ്കര സന്തോഷമായി. തൻ്റെ സൈന്യത്തെ പറ്റി മതിപ്പ് തോന്നി യുധിഷ്ഠിരന്. ഭീഷ്മർ എന്ത് ചെയ്തു? ഒന്ന് നോക്കിയപ്പം ഭീഷ്മർക്ക് മനസ്സിലായി ഇവർ കളിക്കുന്നത് ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവർ ഇതുപോലൊരു രീതിയിൽ പ്ലാൻ ചെയ്ത് ഓരോരോ ഭാഗങ്ങളിൽ നിൽക്കുന്നത്. ആ രീതിയിൽ അവരൊരു വ്യൂഹം കെട്ടി നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഭീഷ്മരുടെ മനസ്സിലൊരു ടെൻഷൻ. ഇവർ ചില്ലറക്കളി കളിക്കാനല്ല വന്നത്. ആ സമയത്ത് ആ വലിയ പെരും പടയെ, പ്രത്യേകിച്ചും നേതാവായ ഭീഷ്മരെ ജയിക്കാൻ കഴിയുമോ എന്നൊരു വിഷമം യുധിഷ്ഠിരന് വീണ്ടും വന്നു. യുധിഷ്ഠിരൻ നോക്കുമ്പോൾ ഭീഷ്മരുണ്ട്, ഭീഷ്മരുടെ കൂടെ ഒരു വലിയ പെരും പട തന്നെ ഉണ്ട്. ഇവരെ ജയിക്കാൻ നമ്മുടെ ചെറിയ ശക്തിക്ക് പറ്റുമോ? ഇത് നമ്മുടെ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ. യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു, അർജുന, നമുക്ക് ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള കൗരവ സൈന്യത്തെ പൊരുതി ജയിക്കാൻ സാധിക്കുമോ അർജുന? നമുക്ക് തേജസ്വിയും അജയ്യനുമായിരിക്കുന്ന ഭീഷ്മപിതാമഹനാണല്ലോ എതിർ സൈന്യങ്ങളുടെ നായകനായി മുമ്പിൽ നിൽക്കുന്നത്. ആ വ്യൂഹത്തെ മറികടന്നിട്ട് നമുക്കെങ്ങനെ ജയിക്കാൻ പറ്റും? യുധിഷ്ഠിരൻ്റെ അർജുനനോടുള്ള ചോദ്യം. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഭീഷ്മരാണ്, കൂട്ടത്തിൽ കുറേ സൈന്യങ്ങളും. എങ്ങനെയാ അർജുന നമ്മൾ ജയിക്കുക? പറ്റുമോ നമുക്ക്? യുധിഷ്ഠിരൻ്റെ ആ വിഷമം കണ്ടപ്പം ചേട്ടനെ അങ്ങ് അനിയൻ സമാധാനിപ്പിച്ചു. രാജാവേ, ഒട്ടും വിഷമിക്കാതെ, അങ്ങയുടെ ഈ പട ചെറുതാണെങ്കിലും പ്രജ്ഞയാൽ ഗുണം കൂടിയതും എത്ര വലിയ ശൂരന്മാരെ ജയിക്കാനും കഴിവുള്ളതാണ് നമ്മുടെ പട. പണ്ട് ദേവാസുര യുദ്ധത്തിൽ പിതാമഹൻ പറഞ്ഞൊരു വാക്ക് അങ്ങ് ഓർമ്മിക്കൂ. അദ്ദേഹം പറഞ്ഞു, ബലവീര്യങ്ങൾ കൊണ്ട് മാത്രം ഒരുവൻ യുദ്ധത്തിൽ ജയിക്കില്ല, ബലവും കഴിവും കൊണ്ട് മാത്രം ഒരാളും യുദ്ധത്തിൽ ജയിക്കില്ല. സത്യധർമാനുശാസ്യം കൊണ്ട് നേടുവാൻ കഴിയും. സത്യവും ധർമ്മവും ഒക്കെ ഉണ്ടെങ്കിൽ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കും. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകും. യഥോ ധർമ്മസ്തതോ ജയ. അതുകൊണ്ട് നമുക്ക് തന്നെയാണ് ചേട്ടാ യുദ്ധത്തിൽ ജയം, അങ്ങ് പേടിക്കാതിരിക്കൂ. സത്യവും ധർമ്മവും ഒക്കെ നമ്മുടെ ഭാഗത്തല്ലേ. പിന്നെ ഋഷിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, യഥോ കൃഷ്ണസ്തതോ ജയ. എന്താണ്? സത്യസ്വരൂപനും അനന്തശക്തിമാനും അമോഘസായകനുമായിരിക്കുന്ന കൃഷ്ണൻ നമ്മുടെ ഭാഗത്തുള്ളപ്പോ നമ്മൾ എന്തിനാ ചേട്ടാ പേടിക്കുന്നത്? യഥോ കൃഷ്ണസ്തതോ ജയ. കൃഷ്ണൻ എവിടെയുണ്ട് അവിടെ ജയമുണ്ട്. അങ്ങയുടെ ഈ വിഷമെന്ന് പറഞ്ഞാൽ അതിന് ഒരു കാര്യമില്ലാത്തൊരു വിഷമമാണ്. ധർമ്മസ്തതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ട്. കൃഷ്ണൻ എവിടെയുണ്ട് അവിടെ ധർമ്മമുണ്ട്. അർജുനൻ പറഞ്ഞത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് കുറച്ച് സമാധാനമായി. അപ്പോൾ യുധിഷ്ഠിരൻ ചിന്തിച്ചു, ശരി, എൻ്റെ സൈന്യത്തിന് വിജയം ഉറപ്പാണ്. യുദ്ധക്കളത്തിൽ
മതിച്ച ഒരു ആനയെപ്പോലെ, ഒരു മദം പൊട്ടിയ ആനയെപ്പോലെ യുദ്ധക്കളത്തിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഭീമനെയും ദൃഷ്ടദ്യുമ്നെയും ഒക്കെ കണ്ടിട്ട് കൗരവ സൈന്യം അങ്ങ് പേടിച്ചുപോയി. പക്ഷെ ഭീഷ്മർ അവർക്കൊരു ധൈര്യം കൊടുത്തു. ഒരു മിനിറ്റ് കേട്ടോ. ഭീഷ്മർ പറഞ്ഞു, നിങ്ങളെല്ലാം പോയിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്ക്. എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സമയത്താണ് നമ്മുടെ വാസുദേവൻ എന്ത് ചെയ്തത്, ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തത്? നേരെ അർജുനനെ നോക്കിയിട്ട് പറഞ്ഞു, ശത്രു സൈന്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഭീഷ്മരെ നീ കണ്ടില്ലേ? ഒരു മിനിറ്റേ. കൃഷ്ണൻ പറയാണ്, ഒരു മിനിറ്റ് കേട്ടോ. കൃഷ്ണൻ പറയാണ് അർജുനനെ നോക്കിയിട്ട്, അർജുന, ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭീഷ്മരെ നീ കണ്ടില്ലേ അർജുന? അദ്ദേഹത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമല്ല അർജുന. അത് നീ ആദ്യം ആലോചിച്ചോളൂ. ദേവിയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ടേ ഭീഷ്മരെ ജയിക്കാൻ സാധിക്കൂ. ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ അർജുന ഭീഷ്മരെ ജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപ് കുളിച്ചു വന്ന് ശത്രുജയത്തിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി നീ ദുർഗാദേവിയെ സ്തുതിക്കണം. മഹാപ്രജ്ഞനായിരിക്കുന്ന കൃഷ്ണന്റെ വാക്ക് കേട്ടപ്പോൾ അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങി വന്ന് കുളിച്ച് വൃത്തിയായിട്ട് കൈ കൂപ്പിക്കൊണ്ട് ദുർഗാദേവിയെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. കാരണം ദുർഗാദേവിയുടെ, ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയില്ല. തരവാസിനി കുമാരി കാളി കാഭാലി കപിലേ കൃഷ്ണ പിങ്കളെ ഭദ്രകാളി നമസ്തുഭ്യം മഹാകാളി നമസ്തുതേ ചണ്ഡീ ചണ്ഡേ നമസ്തുഭ്യം താരിണി വരവർണിനി കാർത്യായനി മഹാഭാഗേ കാരാളി വിജയേ ജയ ശിംഗപ്പിജദ്വജ്ജത്വരെ നാനാഭാരണഭൂഷിതേ ശൂലപ്രഹരണേ ഗഡ്ഗേ ഗേടകധാരിണി ഗോപാകുലോദ്ഭവേ महिषास्कृत्प्रिये नित्यं कौशिकी पृथवस्सिनि अट्टहासे कोघमुखे हस्ते दुरणप्रिये ഭയങ്കര സ്തോത്രമാണ്. കൃഷ്ണേ കൈടവനാശിനി ഹിരണ്യാക്ഷി വിരൂപാക്ഷി സുധൂമ്രാക്ഷി നമോസ്തുതേ വേദശ്രുതി മഹാപുണ്യേ ബ്രഹ്മണ്യേ ജാതവേദസേ जम्बुकटकचैत्येषु नित्यं सन्निहितालये त्वं ब्रह्म विद्या विद्यानां महानिद्रा च देहिनां स्कन्दमातर भगवती दुर्गे कान्तारवासिनी स्वाहाकारा स्वधा चैव कलाकाष्ठा सरस्वती सावित्री वेदमाता च तथा वेदान्त उच्यसे स्तुतासि त्वं महादेवी विशुद्धेनान्तरात्मना जयो भवतु मे नित्यं
त्वत्प्रसादादरणाजिरे कान्तारभयदुर्गेषु भक्तानामालयेषु च नित्यं वससि पाताले युद्धे जयसि दानवान् त्वं जम्भनी मोहिनी च माया श्रीस्तथैव च सन्ध्या प्रभावती चैव सावित्री जननी तथा तुष्टि पुष्टिर्धृतिर्दीप्ति चन्द्रादित्य विवर्धिनी भूतिर्भूतिमताङ्गे വീക്ഷ്യസേ സിദ്ധചാരണൈ. ഇതാണ് അർജുനൻ ചൊല്ലിയ ദുർഗാദേവിയുടെ സ്തോത്രം. ബിന്ദുമ്മേ, ദുർഗാദേവിയുടെ സ്തോത്രം ഇതാണ്. ഞാൻ വിളിച്ചതാണ്. കൃഷ്ണൻ പറഞ്ഞു കൊടുത്തതാണ് ദുർഗാദേവിയെ ഈ സ്തോത്രം കൊണ്ട് ജപിക്കണം, എങ്കിലേ ശത്രുക്കളിൽ നിന്നൊരു മോചനമുള്ളൂ എന്ന്. ഓക്കെ, അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അർജുനൻ നിന്നപ്പം ദുർഗാസ്തോത്രമാണ് മാതാജി. സന്തുഷ്ടയായ ദേവി, ഞാൻ ഗ്രൂപ്പിലിട്ടരാം. സന്തുഷ്ടയായ ദേവി എന്തു ചെയ്തു? പ്രത്യക്ഷപ്പെട്ട് അർജുനനെ അങ്ങ് അനുഗ്രഹിച്ചു. ഹേ ഭാരത, അല്പകാലത്തിനുള്ളിൽ തന്നെ നീ ശത്രുക്കളെ ജയിക്കും. നീ ദുർദർശനായിരിക്കുന്ന നരനാണ്. നാരായണൻ നിനക്ക് സഹായത്തിനുമുണ്ട്. നിന്നെ യുദ്ധത്തിൽ ജയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അർജുന. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷമായി പോയി. അർജുനൻ സന്തോഷത്തോടുകൂടി കൃഷ്ണനോടുകൂടി തേരിലങ്ങ് കയറി യുദ്ധത്തിനങ്ങ് തയ്യാറായി. നിത്യവും പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ ഈ സ്തോത്രം കൊണ്ട് ദേവിയെ ആരാധിക്കുന്നവന് യക്ഷരക്ഷ പിശാചുക്കളിൽ നിന്നുള്ള യാതൊരു പീഡനങ്ങളും ഉണ്ടാവുകയില്ല. പാമ്പ് മുതലായ ഇഴജന്തുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ നേരിടില്ല. അവന് രാജാക്കന്മാരിൽ നിന്ന് പോലും ഭയമുണ്ടാവില്ല. ബന്ധമുക്തിയും ജയവും അവന് എപ്പോഴും ഉണ്ടാവും. ചോരബാധയോ രോഗബാധയോ അവനുണ്ടാവില്ല. ദീർഘായുഷ്മാനായിട്ട് അവൻ അങ്ങനെ ജീവിക്കും. അങ്ങനെ സഞ്ജയൻ പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവേ, വ്യാസന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം എനിക്കറിയാൻ സാധിക്കുന്നത്. അങ്ങയുടെ മക്കൾക്ക് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ അതൊന്നും മനസ്സിലാക്കുന്നില്ല. യത്ര ധർമ്മോദ്യുതികാന്തിർ യത്ര ഹി ശ്രീസ്തഥാമതി യഥോ ധർമ്മസ്തോ കൃഷ്ണ യഥ കൃഷ്ണസ്തോ ജയ. ധർമ്മം, കാന്തി, ദ്യുതി, ഹ്രീ, ശ്രീമതി ഇതൊക്കെ എവിടെയുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഹ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പണം, യജ്ഞം, ദ്യുതി, കാന്തി, ധർമ്മം ഇതൊക്കെ എവിടെയുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ജയവുമുണ്ട്. ഇതാണ് വസ്തുത. ഇത്രയൊക്കെ കേട്ടിട്ടും എൻ്റെ മക്കൾക്ക് എന്താ അവസാന വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ആർക്കുണ്ടായത്? ധൃതരാഷ്ട്രക്ക്. ഇതൊക്കെ കേട്ടിട്ടും മക്കൾക്ക് പറ്റിയ അച്ഛനാണ്. മക്കൾ ജയിക്കുന്ന തന്നെയാണ് അച്ഛൻ്റെ വിചാരം. എന്നിട്ട് അദ്ദേഹം സഞ്ജയനോട് ചോദിക്കുകയാണ്, ഏതെല്ലാം യോദ്ധാക്കൾ എങ്ങനെയെല്ലാമാണ് യുദ്ധം ചെയ്തതെന്ന് എന്നോട് വിസ്തരിച്ചു പറയൂ സഞ്ജയ. ആരാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്? ആരെല്ലാം എങ്ങനെയുള്ള യുദ്ധത്തിലാണ് എതിർത്ത് കയറിയത്? ആരെല്ലാമാണ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടത്? ഏതു കൂട്ടർക്കാണ് അധികം സന്തോഷമുണ്ടായിരിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ സ്ഥിതി? സഞ്ജയൻ പറഞ്ഞു, 2 സൈന്യ വിഭാഗങ്ങൾക്കും സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. വ്യൂഹം കെട്ടി നിൽക്കുന്ന ഭടന്മാർ ഒന്നിച്ചാണ് മുന്നോട്ട് കയറിയത്. അപ്പോൾ വലിയ തിരക്കുണ്ടായി. ഭേരി പടഹാദ്യവാദ്യങ്ങളുടെ ശബ്ദവും ശംഖനാദവും സൈന്യങ്ങളുടെ സന്തോഷത്തോടെയുള്ള ആർപ്പുവിളികളും കൊണ്ട് ആകാശം മുഴുവൻ മാറ്റുലി കൊള്ളുകയായിരുന്നു. സൈന്യങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. യുദ്ധത്തിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ വിസ്തരിച്ചറിയാൻ വേണ്ടി ധൃതരാഷ്ട്രർ വീണ്ടും സഞ്ജയനോട് ചോദിച്ചു, ദുര്യോധനന്റെ വിജയത്തിന് അനുകൂലമായ എന്തെങ്കിലും ആ ധർമ്മക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടായോ എന്നാണ് എനിക്കറിയേണ്ടത്. ദുര്യോധനൻ എന്തെങ്കിലും അനുകൂല സ്ഥിതി ഉണ്ടായോ? ഇതെനിക്കറിയണം. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവെ, ആദ്യം മുതലുണ്ടായ എല്ലാ കാര്യവും ഞാൻ വിസ്തരിച്ച് പറയാം. 2 സൈന്യങ്ങളും തമ്മിൽ യുദ്ധഭൂമിയിൽ നിലയുറപ്പിച്ചപ്പോൾ ദുര്യോധനൻ കുറച്ച് പരിഭ്രമത്തോടുകൂടി പേടിയോടുകൂടി ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗുരുനാഥ,
ദ്രുപദപുത്രനും അങ്ങയുടെ ശിഷ്യനുമായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ വ്യൂഹം ചമച്ചിട്ട് അണിനിരത്തിയിട്ടുള്ള പാണ്ഡവന്മാരുടെ സൈന്യത്തെ അങ്ങ് ഒന്ന് കണ്ടു നോക്കിക്കേ. ഭീമാർജുനന്മാരോട് തുല്യന്മാരായിരിക്കുന്ന സാത്യകി, വിരാടൻ, അങ്ങനെയുള്ള പല പല യുദ്ധവീരന്മാരാണ്, മഹാരഥന്മാരാണ് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. ദുര്യോധനൻ പറയാണ് കേട്ടോ ദ്രോണാചാര്യരോട്, നമ്മുടെ പക്ഷത്തും നമ്മുടെ ഭാഗത്തും വിശിഷ്ടന്മാരായിരിക്കുന്ന വില്ലാളി വീരന്മാരുണ്ട് എന്നുള്ളത് ശരി തന്നെ. ഭീഷ്മരുടെ നേതൃത്വത്തിലാണെങ്കിലും നമ്മുടെ സൈന്യം അപര്യാപ്തരാണെന്നും ഭീമന്റെ നേതൃത്വത്തിലുള്ള സൈന്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പര്യാപ്തമാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സൈന്യം യുദ്ധം ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഭീമന്റെ കൂടെയുള്ളവർ കുറച്ചും കൂടി ശക്തിയുള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിജയം പ്രധാനമായിട്ടും ഭീഷ്മരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദുര്യോധനൻ പറയാണ് കേട്ടോ. അതുകൊണ്ട് ഗുരുവേ, അങ്ങ് മറ്റെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ടാണെങ്കിലും എല്ലാ വശങ്ങളിൽ നിന്നുകൊണ്ടും നമ്മുടെ ഭീഷ്മരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഭീഷ്മര് വീണാൽ നമ്മൾ തോറ്റുപോകും. അതറിഞ്ഞ ഭീഷ്മാപിതാമഹൻ എന്ത് ചെയ്തു? ദുര്യോധനന്റെ പേടി ഇല്ലാതാക്കാൻ വേണ്ടി ഉറക്കങ്ങ് അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ശംഖെടുത്തങ്ങ് മുഴക്കി. ഉടനെ കൗരവ വംശത്തിലെ മറ്റു നേതാക്കന്മാരെന്ത് ചെയ്തു? ഭീഷ്മരങ്ങോട്ട് ശംഖനാദം മുഴക്കിയപ്പോഴത്തേക്കും കൗരവ സൈന്യത്തിലെ എല്ലാ നേതാക്കന്മാരും എന്ത് ചെയ്തു? ശംഖ്, പെരുമ്പറ, മദ്ദളം വാദ്യങ്ങളെല്ലാം ഉറക്കെ അങ്ങ് ശബ്ദം ഉണ്ടാക്കാൻ മുഴക്കാൻ തുടങ്ങി. ആ യുദ്ധവാദ്യഘോഷം എല്ലാം കൂടി ചേർന്ന് അന്തരീക്ഷം ആകപ്പാടെ ഒരു ശബ്ദ കോലാഹലമായി. അത് കേട്ട് പാണ്ഡവ പക്ഷത്തുള്ളവരെന്ത് ചെയ്ത്? ശംഖ്, പെരുമറ എല്ലാം കൂടിയെടുത്ത് അവരും അങ്ങ് ബഹളം കൂട്ടി. അങ്ങനെ രണ്ട് സൈന്യങ്ങളും കൂടി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അർജുനൻ എന്ത് ചെയ്തു? അർജുനന്റെ സാരഥിയായിരിക്കുന്ന കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ദയവ് ചെയ്ത് രഥം രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. ആരെല്ലാമാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ പഠിക്കുന്ന കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം ഇപ്പൊ കണക്റ്റായോ നിങ്ങൾക്ക്? ഗീതയും മഹാഭാരതവും കൂടെ ഇത് രണ്ടും കൂടി കണക്റ്റ് ആയാലേ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാവും. വലിയ കഥ മനസ്സിലാവില്ല. മനസ്സിലായോ? രാവിലത്തെ ഗീതയും രാത്രിയിലെ മഹാഭാരതവും ചേർന്ന് വരുമ്പം കഥ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ അർജുനന്റെ ആഗ്രഹം അനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ നടുക്ക് കൊണ്ടുപോയി തേര് നിർത്തി. അർജുനൻ രണ്ട് സൈന്യങ്ങളിലും യുദ്ധസന്നദ്ധരായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് നോക്കിക്കണ്ടു. അതോടുകൂടി വലിയൊരു മാറ്റം പാർത്ഥനിലുണ്ടായി. പിതാമഹന്മാർ, ഗുരുനാഥന്മാർ, അമ്മാവന്മാർ, പുത്രന്മാർ, പൗത്രന്മാർ, സ്നേഹിതന്മാർ, ശാശ്വരന്മാർ, സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരുമാണ് യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്. ഇവരെല്ലാമാണ് ജയിക്കേണ്ടതും ഇവരെയൊക്കെയാണ് അർജുനൻ കൊല്ലേണ്ടത്. ഇതാലോചിച്ചപ്പോൾ അർജുനന്റെ മനസ്സങ്ങ് വല്ലാത്ത അവസ്ഥയിൽ സ്വജനപക്ഷപാതത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്വജനങ്ങളുടെ, അതായത് സ്വന്തം ആൾക്കാരോട് ഒരു കൂറ് തോന്നുന്ന അവസ്ഥ. അവിടെ തോന്നിയ അവസ്ഥ, വികാരം എന്താണ്? ഒരു കാരുണ്യം. രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്നില്ലേ? തളർന്ന ഹൃദയത്തോടുകൂടി അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ വാസുദേവ, ഈ മുന്നിൽ കാണുന്ന ബന്ധുജനങ്ങളെയാണ് ഞാൻ വധിക്കേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. എൻ്റെ അവയവങ്ങളെല്ലാം തളരുന്നു, വായെല്ലാം വരളുന്നു, ദേഹം വിറയ്ക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു പോകുന്നു. ഉറച്ചു നിൽക്കുന്നതിന് പോലും എനിക്ക് കഴിയുന്നില്ല. ഇവരെയെല്ലാം കൊന്നിട്ട് കിട്ടുന്ന രാജ്യം എന്തിനു വേണ്ടിയാണ്? ആ രാജ്യം എനിക്ക് ആവശ്യമില്ല. വംശനാശം കൊണ്ടുള്ള മഹാപാപമാണ് ഞാൻ ഉണ്ടാക്കി തീർക്കാൻ പോകുന്നത്. ഈ വംശനാശമാണ് ഞാൻ ചെയ്യാൻ പോകുന്ന. കൗരവ വംശം, അതെൻ്റെ വംശം തന്നെയാണ്, എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്. ഞാൻ അവരെയാണ് കൊല്ലാൻ പോകുന്നത്. ലോഭാന്തന്മാരായിരിക്കുന്ന കൗരവന്മാരോട് കുലക്ഷയം കൊണ്ടുള്ള ദോഷവും മിത്രദ്രോഹവും കൊണ്ടുള്ള പാപമൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. സ്വജനങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാണ് പിരിയുന്നത്? ഇവരെയൊക്കെ ഞാൻ എങ്ങനെയാണ് കൊന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഇവരെയൊക്കെ പിരിയുക? മാത്രമല്ല,
യുദ്ധം ചെയ്താൽ ദോഷങ്ങൾക്കും നഗരപ്രാപ്തിയാണ് ലഭിക്കുക. നരകം ലഭിക്കും. എനിക്ക് നരകം ഉറപ്പാണ്. അതിലുപരി ദോഷമാണ് കിട്ടാൻ പോകുന്നത്. ഇതൊന്നും ആലോചിക്കാതെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് കൃഷ്ണ ഒരു സാഹസമായി പോയി. ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. എനിക്കെൻ്റെ ബന്ധുമിത്രാദികളോടും ഗുരുക്കന്മാരോടൊന്നും യുദ്ധം ചെയ്യാൻ വയ്യ. നിരായുധനായിരിക്കുന്ന എന്നെ കൗരവന്മാർ കൊല്ലുമെങ്കിൽ എനിക്കൊരു വിഷമവും ഇല്ല. അവരെന്നെ കൊന്നോട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർത്ഥൻ എന്ത് ചെയ്തു എന്നറിയോ? അമ്പും വില്ലും ഒക്കെ അവിടെ ഇട്ടിട്ട് തേരിൽ അങ്ങ് കയറിയിരുന്നു. ഇതല്ലേ നമ്മൾ രാവിലെ പഠിച്ചത്? ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എടോ അർജുന, ഈ വിഷമഘട്ടത്തിൽ ശത്രുക്കളോട് ധീരധീരം പോരാടേണ്ടുന്ന ഈ സന്ദർഭത്തിൽ എവിടെ നിന്നാണ് ഈ മൂഢത നിന്നെ ബാധിച്ചത്? ഇത് ആര്യന്മാർക്ക് ചേർന്നതല്ല, ഇഹത്തിലോ പരത്തിലോ ഗുണം ചെയ്യുന്നതുമല്ല. അതുകൊണ്ട് ശത്രുതാപനനായിരിക്കുന്ന പാർത്ഥ, ആണും പെണ്ണും കെട്ട ഈ അവസ്ഥയിൽ ചെന്ന് നീ വീഴരുത്. ഇത് നിനക്കൊരിക്കലും ചേർന്നതല്ല. മനക്കരുത്തില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ശുദ്രമായിരിക്കുന്ന ഈ ഹൃദയ ദൗർലഭ്യത്തെ നീ ദൂരെ കളയൂ അർജുന. ശത്രു സംഹാരത്തിന് തയ്യാറായി നീ എഴുന്നേൽക്കൂ. കൃഷ്ണൻ എന്താ പറഞ്ഞത്? എടോ അർജുന, ഈ വിഷമഘട്ടത്തിൽ, ഈ വിഷമം സങ്കടമുള്ള അവസ്ഥയിൽ ശത്രുക്കളോട് ധീരധീരം പോരാടേണ്ടുന്ന ഈ സന്ദർഭത്തിൽ എവിടെ നിന്നാണ് ഈ മൂഢത, ഈ അറിവില്ലായ്മ നിന്നെ പിടികൂടിയത്? ഇതൊരിക്കലും ഒരു ആര്യന്മാർക്ക് ചേർന്ന സ്വഭാവമല്ല. ഈ ലോകത്തോ പരലോകത്തിലോ ഇത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ശത്രുതാപനനായിരിക്കുന്ന പാർത്ഥ, ശത്രുക്കൾ ചുറ്റും വളഞ്ഞിരിക്കുന്ന പാർത്ഥ, ആണും പെണ്ണും കെട്ട അവസ്ഥയിൽ നീ എത്തിച്ചേരാൻ പാടില്ല. ഇത് നിനക്ക് ഒരിക്കലും ചേർന്നതല്ല. മനക്കരുത്തില്ലായ്മ, അത് ശുദ്രമായിരിക്കുന്ന ഹൃദയ ദൗർബല്യത്തെ ദൂരെ കളയും. നിന്റെ മനസ്സിന് നീ കരുത്ത് കൊടുക്കൂ. നിന്റെ ഹൃദയത്തിൻ്റെ ആ കരുത്തില്ലായ്മയെ നീ എടുത്ത് ദൂരെ കള. ശത്രു സംഹാരത്തിന് നീ തയ്യാറായി എഴുന്നേൽക്കൂ പാർത്ഥ. കൃഷ്ണന്റെ ധീരമായിരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ അർജുനനാകെ ഒരു ആവലാതി തുടങ്ങി. അല്ലയോ മധുസൂദന, ആരാധ്യരായിരിക്കുന്ന ഭീഷ്മപിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും നേരെ എങ്ങനെയാണ് ഞാൻ അസ്ത്രപ്രയോഗം നടത്തുക മധുസൂദന? അതിലും ഭേദം ഭിക്ഷയെടുത്ത് ഞാൻ ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മധുസൂദന. ഗുരുജനങ്ങളെ കൊന്നിട്ട് ലഭിക്കുന്ന അർത്ഥകാമങ്ങൾ, അവരുടെ രക്തം പുരണ്ട ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. യുദ്ധത്തിൽ ജയങ്ങളും പരാജയങ്ങളും ആർക്കാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അല്ലയോ കൃഷ്ണ, ജ്ഞാനവും ധർമ്മബോധവുമെല്ലാം പോയി എൻ്റെ മനസ്സ് ആകെ കർത്തവ്യ വിമൂഢമായി തീർന്നിരിക്കുകയാണ് കൃഷ്ണ. എന്താണ് എനിക്ക് ശ്രേയസ്സായിട്ടുള്ളതെന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു തരൂ കൃഷ്ണ. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങയെ ശരണം പ്രാപിച്ചവനാണ്. വേണ്ടതെന്താണെന്ന് എനിക്ക് ഉപദേശിച്ചു തരൂ കൃഷ്ണ. ഇവിടെയാണ് ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ശത്രുനാശകനായിരിക്കുന്ന അർജുനൻ യുദ്ധത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെ നോക്കി തളർന്ന മനസ്സോടെ തേരിലങ്ങനെ ഇരിക്കുകയാണ്. അർജുനനിൽ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ഭാവവ്യത്യാസം ലീലാമാനുഷിക വിഗ്രഹനായിരിക്കുന്ന കൃഷ്ണന് ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. അർജുനൻ്റെ ഈ മാറ്റം കണ്ടിട്ട് കൃഷ്ണൻ അങ്ങനെ ഒരു പേടിയില്ല, ഒരു മാറ്റവും ഇല്ല. അദ്ദേഹം പാർത്ഥൻ്റെ മുഖത്ത് നോക്കിയിട്ട് പാർത്ഥൻ്റെ വിഡ്ഢിത്തം ആലോചിച്ച് ചിരിച്ചുകൊണ്ട് സമാധാനിപ്പിക്കാൻ തുടങ്ങി. അല്ലയോ അർജുന, നീ വലിയ ജ്ഞാനികളുടെ മട്ടിലാണ് സംസാരിക്കുന്നത്, എന്നാൽ നിന്റെ പ്രവൃത്തിയാണെങ്കിൽ വിപരീതവും. ഇതെന്തൊരു കഥയാണ്? നീ സംസാരിക്കുന്നതല്ലല്ലോ നീ പ്രവർത്തിക്കുന്നത്. മരണം ശരീരത്തിൻ്റെ ധർമ്മമല്ലേ? മരണം സംഭവിക്കുന്നത് ശരീരത്തിനല്ലേ അർജുന? ഈ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നുവെന്നോ ജീവൻ പോയെന്നോ വിചാരിച്ച് പണ്ഡിതന്മാർ ദുഃഖിക്കാറുണ്ടോ? ഞാൻ ജീവനോടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇല്ല എന്നാലോചിച്ച് പണ്ഡിതന്മാർ ദുഃഖിക്കാറുണ്ടോ? മൂഢന്മാരല്ലേ മരണത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക.
ഞാനും നീയും രാജാക്കന്മാരും മുമ്പ് ഇല്ലാതിരുന്നവരല്ല, ഇനിയൊട്ട് ഇല്ലാതാവുകയുമില്ല. നിത്യവും നാശരഹിതവുമാകുന്നു നമ്മുടെ എല്ലാം ആത്മാവ് അർജുന. അങ്ങനെ ഇരിക്കെ ആചാര്യന്മാരും സഹോദരന്മാരും മറ്റും മരിക്കുമെന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ് പാർത്ഥ. ബാലാദ്യ വ്യവസ്ഥകളിൽ നിന്ന് ശരീരത്തിന്റെ പ്രകൃതിക്ക് മാറ്റം വരുന്നത് പോലെ ശരീരത്തിന് മാറ്റം വരുന്നതാണ് പാർത്ഥ. നീ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ശരീരമല്ല ഇപ്പോൾ നിന്റെ ശരീരം. എങ്ങനെയാണോ ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ ശരീരത്തിന് മാറ്റം വരുമെന്ന വലിയ തത്വം നീ മനസ്സിലാക്കുക പാർത്ഥ. മരണമെന്ന് പറയുന്നത് ശരീരത്തിന് മാത്രം സംഭവിക്കുന്ന മാറ്റമാണ്. ആത്മാവിന് അത് യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല പാർത്ഥ. ഈ വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ മരണത്തെപ്പറ്റി ഒരിക്കലും ദുഃഖിക്കുകയില്ല പാർത്ഥ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായ ദ്വന്ദ്ങ്ങളെല്ലാം വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുണ്ടാകുന്നവയാണെന്നും വാസ്തവ സത്വമല്ലാതിരിക്കുന്നവയും പ്രതീതി മാത്രം ഉളവാക്കുന്നു. അവയെ സമചിത്തതയോടെ സഹിക്കുകയാണ് അറിവുള്ളവന്റെ കർത്തവ്യം പാർത്ഥ. ദുഃഖമായാലും സുഖമായാലും വേദനയായാലും സന്തോഷമായാലും ഒരേ മനസ്സോടുകൂടി അംഗീകരിക്കുക പാർത്ഥ. അങ്ങനെയുള്ളവനെയാണ് ധീരൻ എന്ന് വിളിക്കുക. അവനു മാത്രമേ പരമപുരുഷാർത്ഥം നേടുവാനും സാധിക്കുകയുള്ളൂ പാർത്ഥ. അല്ലയോ അർജുന, നീ ഒരു കാര്യം ഓർമ്മിക്കണം. ഇല്ലാത്തതിന് ഉണ്മയോ ഉള്ളതിന് ഇല്ലായ്മയോ ഉണ്ടാവുകയില്ല. ഈ പ്രപഞ്ചം നശ്വരമാണെന്നതുകൊണ്ട് തന്നെ അതില്ലാത്തതാണ് പാർത്ഥ. ഇന്ദ്രിയ പ്രത്യക്ഷമായി കാണുന്ന ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവ് അനശ്വരമാണെന്ന് പാർത്ഥ നീ തിരിച്ചറിയുക. നീ പറയുന്ന ശരീരം നശ്വരമാണെന്നും തിരിച്ചറിയുക. സത്യമാണ് പാർത്ഥ എൻ്റെ വാക്കുകൾ. അജ്ഞാനത്താൽ അറിയപ്പെടാതിരിക്കുന്ന ആത്മവസ്തുവിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല പാർത്ഥ. ആത്മാവിൽ കൽപ്പിതങ്ങളായിരിക്കുന്ന ശരീരങ്ങൾ നാശമുള്ളവയാണ്. അതുകൊണ്ട് ബന്ധുക്കൾ മരിച്ചു പോകുമെന്ന് വിചാരിച്ച് നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നത് അജ്ഞതയെന്നല്ലാതെ മറ്റൊന്നുമല്ല പാർത്ഥ. അതിനാൽ സ്വന്തം ധർമ്മമായി യുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായി എഴുന്നേൽക്കുക. ദേഹാഭിമാനിയായിരിക്കുന്ന ആത്മാവ് ജീർണിച്ച് ഉപയോഗശൂന്യമായിരിക്കുന്ന ദേഹത്തെ ഉപേക്ഷിച്ച് പുതിയൊരു ദേഹത്തെ സ്വീകരിക്കുന്നതിനെയാണ് മരണമെന്നും ജനനമെന്നും പറയുന്നത്. ഇവിടെ ശരീരം നശ്വരവും ആത്മാവ് അനശ്വരമാണെന്നുള്ള പരമസത്യമായ സത്യത്തെ നീ ഉൾക്കൊള്ളുക പാർത്ഥ. അത് പഴകി ദ്രവിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ മാത്രമാണ് സംഭവിക്കുന്നത്. ആത്മാവിന് ഒരു വിധത്തിലും നാശമുണ്ടാകുകയെന്നില്ലെന്ന് അറിയുക പാർത്ഥ. അല്ലയോ അർജുന, അജ്ഞർക്കു മാത്രം യോജിച്ച ഈ ദുഃഖഭാവത്തെ നീ ഉപേക്ഷിക്കുക. ഇനി ആത്മാവും ശരീരത്തോടും കൂടി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായിട്ടാണല്ലോ അനുഭവമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിലും ദുഃഖത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കൂ പാർത്ഥ. ജനിച്ചവൻ തീർച്ചയായും മരിക്കും പാർത്ഥ. മരിച്ചവൻ ജനിക്കുകയും ചെയ്യും. ഇതിൽ മാറ്റം വരുത്തുവാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല പാർത്ഥ. അതുകൊണ്ട് അർജുന, ജീവരാശികളിൽ ഒന്നിനെ കുറിച്ചും അത് നശിക്കുമെന്ന് വിചാരിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല പാർത്ഥ. ഇനി ആത്മാവിനെ വിവേകത്തെ പറ്റിയൊന്നും ആലോചിക്കാതെ ലൗകികമായ നിലയിൽ നിന്ന് നോക്കിയാലും അർജുന, നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നത് ശരിയല്ല. കാരണം നീ ഒരു ക്ഷത്രിയനല്ലേ അർജുന. നിന്റെ വംശധർമ്മം എന്താണെന്ന് നീ ആലോചിച്ചു നോക്കൂ. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിനേക്കാൾ ശ്രേയസ്കരമായ ഒരു ക്ഷത്രിയന് മറ്റെന്താണുള്ളത് പാർത്ഥ? അതുകൊണ്ട് ഭാഗ്യശാലികളായിരിക്കുന്ന ചുരുക്കം ക്ഷത്രിയന്മാർക്ക് മാത്രം ലഭിക്കുന്ന തുറന്നിട്ട സ്വർഗവാതിൽ പോലെ യാദൃശ്ചികമായി വന്നു ചേർന്നിട്ടുള്ള ഈ യുദ്ധം നീ ഒഴിവാക്കുകയാണെങ്കിൽ, സ്വജന പക്ഷപാതം കൊണ്ട് നീ യുദ്ധം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ദുഷ്കീർത്തിക്കും പാപത്തിനും നിന്നെ പാത്രമാക്കും അർജുന. ദുര്യോധനാദികൾ നിന്നെ പറ്റി പല അപവാദങ്ങളും പറഞ്ഞു വരുത്തും. അഭിമാനികളായിരിക്കുന്ന വീരന്മാർക്ക് മരണത്തെക്കാൾ ഭയങ്കരമാണ് ദുഷ്കീർത്തി. നീ യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ വീരസ്വർഗം പ്രാപിക്കും പാർത്ഥ. ജയിക്കുകയാണെങ്കിൽ രാജ്യസുഖം അനുഭവിക്കാം. അതുകൊണ്ട് അല്ലയോ കൗന്ദേയ,
യുദ്ധം ചെയ്യുവാൻ നിശ്ചയിച്ച് ധൈര്യപൂർവം എഴുന്നേൽക്കൂ, ക്ഷാത്രധർമ്മമനുഷ്ഠിക്കൂ പാർത്ഥ. അല്ലയോ പാർത്ഥ, സാങ്ക്യ സിദ്ധാന്തമനുസരിച്ചുള്ള ആത്മതത്വവും ലൗകിക ധർമ്മവുമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി കർമ്മബന്ധം കൂടാതെ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു തരാം. നിഷ്കാമ കർമ്മ അനുഷ്ഠാനമാണ് കർമ്മയോഗം. അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഫലേച്ഛയോ ആസക്തിയോ ഉണ്ടാവുവാൻ പാടില്ല. നീ ചെയ്യുന്ന കർമ്മത്തിന് നീ പ്രത്യുപകാരം പ്രതീക്ഷിക്കരുത് പാർത്ഥ. മഹത്തായ കർമ്മയോഗത്തിന്റെ സ്വൽപമാത്രമായിരിക്കുന്ന അനുഷ്ഠാനം പോലും ഭയനിവൃത്തിക്ക് കാരണമായി തീരും. ദൃഢനിശ്ചയത്തോടുകൂടി ഏകാഗ്രമായ ബുദ്ധി ഉണ്ടാകണമെന്നു മാത്രം. വേദോത്മകമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് പാർത്ഥ. അവർക്ക് സംസാര ദുഃഖത്തിൽ നിന്നും മോക്ഷം നേടി പരമലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല. അത്തരം കർമ്മങ്ങളിൽ നിന്ന് പ്രിയ സുഹൃത്തായിരിക്കുന്ന പാർത്ഥ നീ ഒഴിഞ്ഞു നിൽക്കുക. കർമ്മയോഗത്തിൽ കർമ്മങ്ങളെല്ലാം കർത്തവ്യങ്ങൾ എന്ന നിലയിൽ അനുഷ്ഠിക്കുവാനേ നിനക്കധികാരമുള്ളു പാർത്ഥ. ഫലത്തെ പറ്റി നീ ചിന്തിക്കരുത്. ഫലത്തെ പ്രതീക്ഷിക്കുമ്പോഴാണ് കർമ്മം ബന്ധകാരണമായി തീരുന്നത്. ഫലം പ്രാപിച്ചാലും ഇല്ലെങ്കിലും മനോവൃത്തികളെ സമനിലയിൽ നിരോധിച്ചു നിർത്തുന്നതാണ് യോഗത്തിന്റെ ലക്ഷണം. ആ സമത്വ ബുദ്ധിയോടുകൂടി യാതൊരു ആസക്തിയോടും കൂടി കർമ്മയോഗി, ആ യോഗിയുടെ നിലയിൽ തന്നെ നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. കർമ്മയോഗാനുഷ്ഠാനത്തിന്റെ ഫലമായി യുദ്ധമായി തീരുന്ന നിന്റെ മനസ്സിൽ നിന്ന് മോഹരൂപമായിരിക്കുന്ന കാലുഷ്യം വിട്ടുമാറുമ്പോൾ നിന്റെ പ്രജ്ഞ സ്ഥിരമായി തീരും പാർത്ഥ. നിനക്ക് എല്ലാ വിഷയങ്ങളിലും വൈരാഗ്യമുണ്ടാകും. ഈ യുദ്ധത്തിലും നീ സ്വീകരിക്കേണ്ട മനോഭാവം ഇതുതന്നെയാണ് പാർത്ഥ. ആയതിനാൽ നമ്മുടെ വാക്കുകൾ നീ സ്വീകരിക്കുക പാർത്ഥ. എഴുന്നേറ്റ് അധർമ്മത്തിനെതിരെ പോരാടുക പാർത്ഥ. ഇത് കേട്ടപ്പോ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് അർജുനന് അറിയണമെന്നൊരാഗ്രഹം. അതും ഭഗവാൻ വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലയോ അർജുന, മനസ്സിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം അകറ്റി ആത്മാവ് കൊണ്ട് ആത്മാവിൽ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ദുഃഖങ്ങളിൽ ക്ഷോഭമോ സുഖങ്ങളിൽ ആഗ്രഹമോ അവനുണ്ടാവുകയില്ല പാർത്ഥ. രാഗം, ഭയം, ക്രോധം മുതലായ വികാരങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല പാർത്ഥ. ആത്മതത്വം സാക്ഷാത്കരിച്ചവനായതുകൊണ്ട് വിഷയങ്ങളിലുള്ള സുഖാഭിലാഷം പോലും അവനുണ്ടാവുകയില്ല പാർത്ഥ. ആമ അപകട സൂചന കാണുമ്പോൾ അവയവങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെയാണ് അവൻ്റെ ഇന്ദ്രിയ വ്യാപാരവും. വിഷയബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് സംശയം തോന്നിയാൽ ഉടനെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധമാണ് ക്രമേണ ഒരുവനെ നാശത്തിലേക്ക് നയിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി രാഗദ്വേഷങ്ങൾ കൂടാതെ അനാസക്തനായി ലൗകിക വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുവന്റെ മനസ്സ് ക്രമത്തിൽ പ്രസന്നമായി തീരുന്നതാണ്. മനസ്സ് പ്രസന്നമായാൽ അവൻ്റെ എല്ലാ ദുഃഖങ്ങളും നശിക്കുന്നതായിരിക്കും. കാരണം മനഃപ്രസാദം സിദ്ധിച്ച ഒരുവന്റെ ബുദ്ധി ആ വേഗത്തിൽ ആത്മതത്വത്തിൽ ഏകാഗ്രമായി തീരും. ആത്മതത്വത്തിൽ അഭിനിവേശമില്ലാത്തവന് എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുക പാർത്ഥ? ശാന്തിയില്ലാത്തവന് എങ്ങനെയാണ് സുഖമുണ്ടാവുക പാർത്ഥ? എത്ര തന്നെ ആഗ്രഹങ്ങൾ വന്നാലും യാതൊരു വികാരവും ഉണ്ടാകാതിരിക്കുന്ന മനസ്സിനെ ശാന്തി ഉണ്ടാകൂ പാർത്ഥ. വിഷയങ്ങൾക്ക് ചലിപ്പിക്കാൻ സാധിക്കാത്ത മനസ്സിൽ കാമമോ ക്രോധമോ അടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകാത്തതിനാൽ അത് ശാന്തിപൂർണമായിരിക്കും. അതുകൊണ്ട് എല്ലാ കാമങ്ങളെയും വിട്ടുകളഞ്ഞ് അഹംഭാവവും
മമക്കാരവും ഉപേക്ഷിച്ച് കർത്തൃത്വഭോഗ വൃദ്ധ്യാദികൾക്ക് ഉപരിയായിരിക്കുന്ന ഒരു നിലയിലെത്തി കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് മനഃശാന്തി നേടുവാൻ അല്ലയോ അർജുന നീ ശ്രമിക്കുക. ഈ നിഷ്ഠയിൽ അവസാന കാലത്തിലെങ്കിലും എത്തിച്ചേരുവാൻ സാധിക്കുന്നവർക്ക് കൂടി മോക്ഷം ലഭിക്കുന്നതാണ് പാർത്ഥ. ഇത്രയും കേട്ടപ്പോൾ അർജുനന്റെ മനസ്സിലുണ്ടായ ഒരു സംശയം. അർജുനൻ പറഞ്ഞു, അല്ലയോ ജനാർദ്ദന, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ജ്ഞാനയോഗമാണ് ഉത്തമമായ മാർഗമെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ കർമ്മത്തിനു മാത്രം അധികാരിയാണെന്നും ഞാൻ കർമ്മമാണ് ചെയ്യേണ്ടതെന്നും അങ്ങ് പറയുന്നത്? ഉത്തമമായ മാർഗം വരാനല്ലേ അങ്ങ് എന്നെ ഉപദേശിക്കേണ്ടത്? അത് കർമ്മയോഗത്തിൻ്റെ വിശേഷതകളെപ്പറ്റി എനിക്കറിയാത്തത് കൊണ്ടാണോ? അങ്ങ് അതെനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന, ഈ ലോകത്തിൽ ലക്ഷ്യപ്രാപ്തിക്ക് 2 മാർഗങ്ങളാണുള്ളത്, ജ്ഞാനമാർഗവും കർമ്മമാർഗവും. ചിത്തശുദ്ധി വരാത്ത മോക്ഷേച്ഛുക്കൾക്ക് സത്വശുദ്ധിയും മനോനിയന്ത്രണവും നേടാൻ പറ്റിയത് കർമ്മമാർഗമാവുന്നു. നിഷ്കാമമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി ജ്ഞാനസിദ്ധിധാര അവർ മുക്തിക്കർഹരായിത്തീരുന്നു. ജ്ഞാനത്താൽ ഉണ്ടാകുന്ന നൈഷ്കർമ്മ്യം കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ശരീരാഭിമാനമുള്ള കാലം വരെ ആർക്കും കർമ്മം ചെയ്യാതിരിക്കുക സാധ്യവുമല്ല. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കി വിഷയബന്ധം വിട്ട് കാമന കൂടാതെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് നൈഷ്കർമ്മ്യം. ആ നിലയിൽ നീ കർമ്മങ്ങൾ ചെയ്യുക പാർത്ഥ. എനിക്കു കർമ്മബന്ധമുണ്ടായി ഞാൻ ബന്ധനായി തീരുകയില്ലേ എന്ന സംശയം നിനക്കുണ്ടെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധന കാരണമല്ലെന്ന് നീ അറിഞ്ഞുകൊള്ളുക പാർത്ഥ. അതുകൊണ്ട് അല്ലയോ കൗന്ദേയ, ഫലേക്ഷ കൂടാതെ അനാസക്തനായി ഈശ്വരാർപ്പണമായി കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അതിൽ നീ ഫലം ആഗ്രഹിക്കരുത്. പരമാർത്ഥമായി ചെയ്യുന്ന കർമ്മത്തിൽ സുഖം അനുഭവിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അവരെ പാപം സ്പർശിക്കുകയില്ല. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ പാപികളായി തീരുന്നു അർജുന. ആ കർമ്മങ്ങളുടെ ഫലവും പാപമായി തീരുന്നു. അതിനാൽ അർജുന, സ്വാർത്ഥ ലാഭത്തിൽ മനസ്സു വയ്ക്കാതെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യുക പാർത്ഥ. ആത്മസത്തയെ സാക്ഷാത്കരിച്ച ധന്യാത്മാക്കൾക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഒന്നിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല. എന്നാൽ അർജുന, നീ ആ നിലയിൽ എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കർത്തവ്യമായി വരുന്ന കർമ്മങ്ങളെ ഫലേക്ഷ കൂടാതെ അനാസക്തനായി ചെയ്യുക. അല്ലയോ പാർത്ഥ, നീ എൻ്റെ കാര്യം ആലോചിച്ചു നോക്കൂ. എനിക്ക് 3 ലോകത്തിലും ചെയ്യേണ്ടതായി ഒന്നുമില്ല, കിട്ടേണ്ടതായോ കിട്ടേണ്ടതായോ ഒന്നുമില്ല. എങ്കിലും ഞാൻ എപ്പോഴും കർമ്മത്തിൽ വ്യാപൃതനായിരിക്കുന്നു പാർത്ഥ. കാരണം ഞാൻ അലസനായി കർമ്മം ചെയ്യാതെയിരുന്നാൽ മറ്റു മനുഷ്യരും എന്നെ പോലെ അലസനായി തീരും. അതുകൊണ്ട് അവരെ കർത്തവ്യബോധമുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. എനിക്ക് ലഭിക്കുവാനും ലഭിക്കാത്തതുമായി ഒന്നുമില്ല പാർത്ഥ. അതുപോലെ അർജുന, നീയും സമഭാവനയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാൻ ശ്രമിക്കുക. ലോക നന്മയ്ക്കു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുണകർമ്മങ്ങളിൽ ആസക്തന്മാരായിരിക്കുന്ന അജ്ഞാനികളുടെ ബുദ്ധിയെ പെട്ടെന്ന് ആ സ്ഥിതിയിൽ നിന്നും വ്യതിചലിപ്പിക്കരുത്. വ്യതിചലിപ്പിച്ചാൽ അതവരുടെ നാശത്തിനായിരിക്കും. നാം അനാസക്തരായി കർമ്മം ചെയ്ത് പതുക്കെ പതുക്കെ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അലയോ പരം തപ, നീ പരമാത്മാവിൽ എല്ലാം സമർപ്പിച്ച് ആധ്യാത്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഫലേച്ഛ കൂടാതെ മമത്വ ബുദ്ധിയോടുകൂടി അനിഷ്ടഫലത്തിൽ ഭയമോ ഇല്ലാതെ അനാസക്തനായി കർത്തവ്യം കർമ്മം ശരിക്കനുഷ്ഠിക്കുക.
ഭഗവാൻ ഇത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ അർജുനൻ വീണ്ടും ഒരു സംശയം പറഞ്ഞു. ഭഗവാനെ, ദുഃഖവും പാപവും അധർമ്മവും ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളെ കൂടി ഇന്ദ്രിയവൃത്തിക്ക് കീഴടക്കി പാപപ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും രാഗദ്വേഷങ്ങൾക്കും പുണ്യപാപങ്ങൾക്കെല്ലാം അടിമപ്പെടുന്നത്? അപ്പൊ അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ ഒരു ഉത്തരം കൊടുത്തു. മനസ്സിനെ ബലാത്കാരേണ വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്ന ശക്തിയെയാണ് കാമമെന്ന് വിളിക്കുന്നത്. രജോ ഗുണജന്യവും എത്ര തന്നെ കിട്ടിയാലും തൃപ്തി വരാത്തതുമായിരിക്കുന്ന ഈ കാമം ആഗ്രഹസിദ്ധിക്ക് തടസ്സം നേരിടുമ്പോൾ ദേഷ്യമായി പരിണമിക്കുന്നു. ക്രോധം എല്ലാവിധ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്ന മനസ്സിന്റെ വൈകല്യമാണ് പാർത്ഥ. ആ മനോവൈകല്യത്തിന് കാരണമായി നിൽക്കുന്ന കാമമാണ് ശ്രേയസ്സിന്, ഉയർച്ചയ്ക്ക്, അഭിവൃദ്ധിക്ക്, സത്പേരിന്, സത്യത്തിന്, നീതിക്ക്, ന്യായത്തിന്, ധർമ്മത്തിനെല്ലാം ബന്ധമായി നിൽക്കുന്ന ഒന്നാമത്തെ ശത്രു. ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും നിന്നുകൊണ്ട് ഈ കാമം ജീവാത്മാവിനെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിച്ച് അലയോ മഹാബാഹുവായിരിക്കുന്ന അർജുന, ഈ ദുർജയനായിരിക്കുന്ന കാമരൂപിയായിരിക്കുന്ന ശത്രുവിനെ, മനസ്സിന്റെ വൈകല്യത്തെ നീ ജയിച്ചാലും അപ്പോൾ കർമ്മയോഗം നിനക്ക് സാധ്യമാകും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ജ്ഞാനകർമ്മ സന്യാസയോഗം അത് നാളെ എടുക്കാം. ഹാപ്പി? കൃഷ്ണൻ്റെ വാക്കുകൾ ഇപ്പോൾ കേട്ട നമ്മുടെ വാക്കുകളില്ലേ, ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. കേട്ടുപോയാലാവില്ല, ഒത്തിരി പഠിക്കാനുണ്ട്. ഓരോ ലൈൻസും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതെന്തുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഗീത. മനസ്സിലായില്ലേ? ഭഗവാൻ ഇപ്പം പറഞ്ഞു കൊടുത്തതാണ് ഗീത. ആ ഗീതയാണ് നമ്മൾ രാവിലെ എടുക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഗീത ക്ലാസ്, ജ്ഞാനയോഗം, കർമ്മയോഗം എല്ലാം ഓരോ ലൈൻസായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ക്ഷമിക്കണം കേട്ടോ, ഇഞ്ചിയാണ്. ഇല്ലെങ്കിൽ എനിക്ക് നാളെ ഡബ്ബിങ്ങിന് പോകാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് പുറത്താക്കും. അതാ കാര്യം. അപ്പോൾ നമുക്ക് ഗീത ക്ലാസ്സിലൂടെ ഓരോ ലൈൻസും എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ? ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നാൽ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടില്ല. ഇപ്പം ഭഗവാൻ പറഞ്ഞ കർമ്മയോഗം, ജ്ഞാനയോഗം, കർമ്മസന്യാസ യോഗം, അങ്ങനെ കുറേ യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളെക്കുറിച്ചൊക്കെ ആണ് ഇപ്പോൾ ഭഗവാൻ സംസാരിച്ചത്. അപ്പം അത് നമുക്ക് ഓരോരോ ലൈൻസായിട്ട് പഠിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് കിട്ടുക. അതിൽ ആത്മസംയോഗം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ധ്യാന സാധനയാണ്. ഗീതയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്തരാം. കാരണം അത് പ്രഭുപാജിയുടെ ജ്ഞാനവിജ്ഞാന യോഗം എന്നൊക്കെ പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പ്രഭുപാജിയുടെ. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സൊക്കെ കേൾക്കുമ്പം ഈ ഗീതയും അതും കൂടെ കണക്റ്റ് ആവും. കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ക്ഷരാക്ഷര ബ്രഹ്മയോഗം, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ നോട്ടും കൂടി വെച്ചിട്ട് ഗീത ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് പക്കയായിട്ട് മനസ്സിലാവും. ഗീത കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും അർജുനനെ പോലെ ആവും. ഒരു സംശയവും ഇല്ല. ആരെങ്കിലും വന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, അയ്യോ മഹാഭാരതോ, അയ്യോ ഗീതയോ, നമുക്ക് ആ വഴിക്ക് നോക്കണ്ട, അങ്ങനത്തെ ചിന്ത വരൂല. എടുത്തടിച്ച് ചടപടയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയും. ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? എത്ര അധ്യായങ്ങളുണ്ട് ഗീതയിൽ? വേഗം പറ, വേഗം പറ, വേഗം പറ. ഗീതയിൽ എത്ര അധ്യായങ്ങൾ? വേഗം പറ, വേഗം പറ, വേഗം പറ. എത്ര അധ്യായങ്ങൾ? 18. 18-ാം അധ്യായത്തിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്, ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് ഉറപ്പായിട്ടും പ്രസന്ന മാതാജി മഞ്ജരീസിലേക്ക് എന്നെ വിളിക്കൂ കേട്ടോ. ഒരു മെസ്സേജ് ഇടും, മോളുടെ പേരും നാളും. 18 അധ്യായങ്ങൾ. ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര്
കുരുക്ഷേത്ര ഭൂമിയിലെ സൈന്യ നിരീക്ഷണം. അതിപ്പോൾ നിങ്ങൾ വലുത് ടൈപ്പ് ചെയ്തിടണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ഞാനില്ല മാതാജി, ഞാൻ ഡബ്ബിങ്ങിന് പോയതായിരുന്നു ഇന്ന്. ഇവിടെ ഒരു തെലുങ്ക് പടം മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്, ആ ഡബ് ചെയ്യായിരുന്നു. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധ കളത്തിലെ സൈന്യ നിരീക്ഷണം. അർജുന വിഷാദയോഗം തന്നെ, പക്ഷെ ഇങ്ങനെ വരും. എത്ര ശ്ലോകങ്ങളുണ്ട്? ആദ്യത്തെ അധ്യായം 18 എത്ര ശ്ലോകങ്ങളുണ്ട് നോക്കാം മാതാജി. ഇന്ന് രാവിലെ പഠിച്ചില്ലേ എത്ര ശ്ലോകങ്ങളുണ്ട്? 46. എക്സാക്ട്ലി അതാണ്. അപ്പം ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാം. അജീഷ് പ്രഭു 36 അടി 700 ശ്ലോകോ ഭഗവാനെ നാരായണ. 46 ശ്ലോകങ്ങൾ. ബിന്ദു മാതാജി ക്ലാസ് ഇടയ്ക്ക് മിസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കുഴപ്പം. ഒമനക്കുട്ട കറക്റ്റ്. 1-ാം അധ്യായത്തിൽ 46 ശ്ലോകങ്ങൾ. കൃത്യം ചട്ടപട്ടേ നമുക്ക് പറയാൻ പറ്റും. ആരെ മുമ്പിലും തോറ്റുപോവില്ല. ആ ഒരു കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം അതിലുണ്ട് എല്ലാം. അതാണ് ഇപ്പോഴും നമ്മൾ പഠിച്ചത്. അർജുനൻ പറയുന്നു കൊണ്ടുപോയി മറ്റേ സൈന്യങ്ങളുടെ നടുക്ക് വണ്ടി നിർത്താൻ പറയുന്നു. വണ്ടിയല്ല, തേര് നിർത്താൻ പറയുന്നു. എല്ലാവരെയും നോക്കുന്നു. അർജുനൻ വിഷാദപ്പെടുന്നു. കഴിഞ്ഞു. സിമ്പിൾ. ഗീത അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അങ്ങനെ 18 അധ്യായങ്ങളും നമ്മളിങ്ങനെ പച്ചവെള്ളം പോലെ പറയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ അതിലുള്ള കാര്യങ്ങൾ വേറെയും കുറച്ച് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ക്ലിയർ ആവും. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും നമ്മുടെ കൃഷ്ണയാമ മാക്സിമം എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, എല്ലാവരിലും എത്തിച്ചു കൊടുക്കാം. ഭഗവാൻ ഭയങ്കര ഹാപ്പിയാവും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നമ്മൾ പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ ഇത് ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ അങ്ങ് നിൽക്കും. അന്നദാനം എല്ലാവരും കണ്ടല്ലോ. ഭഗവാന്റെ ഇന്ദ്രിയ സംതൃപ്തിയാണ് നമുക്ക് ഏറ്റവും വലുത്, അല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവരും കിടന്നുറങ്ങും. ശുഭരാത്രി, ശുഭനിദ്ര. സുരേഷ് ഏട്ടൻ പറയും പോലെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. നാളെ രാവിലെ 7:30 കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.